എല്ലാവർക്കും യേശുക്രിസ്തുവിന്റെ നാമത്തില് സ്നേഹം അറിയിക്കുന്നു. ലൈഫിന്റെ ഒരു സെഷനിലേക്ക് കൂടി എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ്. ലൈഫിന്റെ 152-ാമത്തെ ഈ സെഷനിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ഇന്ന് നമ്മള് ചർച്ച ചെയ്യുവാനായിട്ട് പോകുന്ന വിഷയം പരീശത്വം അന്നും ഇന്നും എന്നുള്ള വിഷയമാണ്. PC ബെന്നി ബ്രദറാണ് നമ്മളോട് സംസാരിക്കുന്നത്. പരീശൻ എന്നുള്ള വാക്ക് ബൈബിള് പരിചയമുള്ള, പുതിയ നിയമം സുവിശേഷങ്ങൾ പരിചയമുള്ള എല്ലാവർക്കും വളരെ പരിചിതമായിട്ടുള്ള ഒരു വാക്കാണ് പരീശൻ എന്നുള്ള വാക്ക്. പലപ്പോഴും നമ്മൾ സുവിശേഷങ്ങൾ വായിക്കുമ്പം യേശുക്രിസ്തു ഒരു നായകപക്ഷത്തും പരീശന്മാര് ഒരു വില്ലന്മാരുടെ അല്ലെങ്കിൽ ഒരു പ്രതിയോഗിയുടെ പക്ഷത്തും എപ്പോഴും നിൽക്കുന്നത് നമുക്ക് കാണാം. എന്നാൽ അങ്ങനെയല്ല, യേശുക്രിസ്തുവിനെ ബഹുമാനിക്കുകയും സ്നേഹിക്കുകയും അംഗീകരിക്കുകയും ഒക്കെ ചെയ്ത പരീശന്മാരും ഉണ്ടായിരുന്നു. എന്നാൽ ഈ പരീശന്മാരെ കുറിച്ച് പഠിക്കുമ്പോൾ വളരെ രസമുള്ള കാര്യം, സുവിശേഷങ്ങളില് പുതിയ നിയമത്തില് അവര് ഒരു വില്ലൻ പ്രതിച്ഛായ അവർക്ക് ഉണ്ടെങ്കില് സത്യത്തില് ഇവര് വളരെ ദൈവഭക്തന്മാരായിട്ടുള്ള മനുഷ്യരായിരുന്നു. ഈ പരീശന്മാരുടെ ആരംഭം യേശുക്രിസ്തുവിനൊക്കെ ചില വർഷങ്ങള്, ചില നൂറ്റാണ്ടുകള് മുമ്പാണ്. മലാക്കി കഴിഞ്ഞ് മത്തായിയുടെ ഇടയിലുള്ള കാലഘട്ടത്തിലാണ് ഈ പരീശന്മാരുടെ ആ മൂവ്മെന്റ് യഹൂദയിൽ നടക്കുന്നത്. വളരെ ദൈവഭക്തന്മാരായിട്ടുള്ള മനുഷ്യരാണ് ഈ പരീശന്മാര്. യഥാർത്ഥത്തില് അവര് ദൈവത്തിനു വേണ്ടി യഹൂദന്മാര് ദൈവത്തിന്റെ കാര്യങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കാത്ത ഒരു കാലത്ത്, അല്ലെങ്കിൽ ദൈവിക കാര്യങ്ങള് വളരെ ആത്മീയമായിട്ടുള്ള കാര്യങ്ങളിൽ പ്രാധാന്യം നൽകാത്ത, താല്പര്യമില്ലാത്ത ഒരു കാലഘട്ടത്തില് ദൈവത്തിന് വേണ്ടി ദൈവത്തിന്റെ വചനം പഠിക്കുവാൻ, അത് മറ്റുള്ളവരെ പഠിപ്പിക്കുവാനായിട്ട്, അല്ലെങ്കിൽ അത് സൂക്ഷിക്കുവാനായിട്ട് ഒക്കെ തങ്ങളെ തന്നെ വേർതിരിച്ച ഒരു സമൂഹമാണ് സത്യത്തില് പരീശന്മാരുടെ സമൂഹം എന്ന് പറയുന്നത്. അവരെപ്പോഴും ദൈവത്തോട് കൂടെ നടക്കുവാനായിട്ട് ആഗ്രഹിച്ച മനുഷ്യരാണ്. അവര് ബൈബിള് അതുപോലെ അനുസരിക്കുവാനായിട്ട് ആഗ്രഹിച്ച മനുഷ്യരാണ്. അവര് നല്ല മനുഷ്യരാണ്. സത്യത്തില് നമ്മള് ഒരു നല്ല ആത്മീയ നിലവാരം പുലർത്തിയ നല്ല മനുഷ്യരാണ്. പക്ഷെ പിന്നീടുള്ള കാലങ്ങളില് അതിൽ വന്ന അപജയങ്ങളാണ് നമ്മൾ സുവിശേഷങ്ങളിൽ കാണുന്നത്. പൗലോസിന്റെ ജീവിതത്തെ കുറിച്ച് പഠിച്ച ഒരു വ്യക്തി ഈ പൗലോസിന്റെ ജീവിതത്തെ കുറിച്ച് നടത്തുന്ന ഒരു രസകരമായിട്ടുള്ള ഒരു നിരീക്ഷണം എങ്ങനെയാണ്, പൗലോസിന്റെ ജീവിതം പരീശനിൽ നിന്ന് അപ്പസ്തോലനിലേക്കുള്ള യാത്രയായിരുന്നു യഥാർത്ഥത്തില് പൗലോസിന്റെ ജീവിതം എന്ന് പറയുന്നത്. പരീശൻ, ഫാരസി എന്നുള്ള വാക്ക്, എബ്രായ വാക്കിന്റെ യഥാർത്ഥ വാക്ക് പെറൂസിം എന്നാണ്. പെറൂസിം എന്നുള്ള ഹീബ്രു വാക്കിൽ നിന്നാണ് ഫാരസി എന്നുള്ള, പരീശൻ എന്നുള്ള വാക്ക് ഉത്ഭവിക്കുന്നത്. അതിന്റെ അർത്ഥം സെപ്പറേറ്റഡ് വൺ എന്നാണ്, വേർതിരിക്കപ്പെട്ട മനുഷ്യര്. എന്നാൽ അവരുടെ അപജയത്തിലും അവര് വേർതിരിക്കപ്പെട്ട മനുഷ്യര് തന്നെയാണ്. മനുഷ്യരോട് അടുക്കാത്ത, അല്ലെങ്കിൽ മറ്റു മനുഷ്യരെ പുച്ഛിക്കുന്ന, മറ്റു മനുഷ്യരോട് തങ്ങളെ തന്നെ വേർതിരിച്ച് അവരോട് കരുണ കാണിക്കാത്ത, അവരെ സ്നേഹിക്കാൻ കഴിയാത്ത ഒരു മനുഷ്യരായിട്ട് അവരങ്ങനെ അപജയിച്ച്, നല്ല ഒരു വേർതിരിവിൽ നിന്ന് ഒരു അപജയത്തിന്റെ ഒരു സെപ്പറേഷനിലേക്ക്, ഒരു വേർപാടിലേക്ക് അവർ വന്നു. എന്നാൽ അപ്പസ്തോലൻ എന്നുള്ള വാക്കിന്റെ അർത്ഥം സെൻഡ് വൺ എന്നാണ്. പരീശൻ സെപ്പറേറ്റഡ് വൺ ആണെങ്കിൽ ഇത് സെൻഡ് വൺ എന്നാണ്, അയക്കപ്പെട്ടവൻ. മറ്റേത് വേർതിരിക്കപ്പെട്ടവനാണെങ്കിൽ ഇത് അയക്കപ്പെട്ടവനാണ്. അപ്പസ്തോലന്മാരുടെ ജീവിതവും അങ്ങനെ തന്നെയായിരുന്നു. അവര് ജനങ്ങളുടെ ഇടയിലേക്ക് അയക്കപ്പെട്ടവരായിരുന്നു. മനുഷ്യരിൽ ഒരുവരായിട്ട്, മനുഷ്യരെ തേടി, മനുഷ്യർക്ക് വേണ്ടി, മനുഷ്യരോടൊരു സന്ദേശം പറയുവാനായിട്ട് അയക്കപ്പെട്ട മനുഷ്യരായിരുന്നു അപ്പസ്തോലന്മാര്. അവരങ്ങനെ തന്നെ ജീവിതത്തിൽ അവരങ്ങനെ തന്നെ തുടരുന്നതും നമുക്ക് കാണാം ചരിത്രത്തില്. അസത്യത്തിൽ ഓരോ ക്രിസ്ത്യാനിയെയും കർത്താവ് വിളിച്ചിരിക്കുന്നത് ഓരോ അപ്പസ്തോലന്മാരായിട്ടാണ്. കർത്താവിന്റെ സന്ദേശവുമായിട്ട് മനുഷ്യരുടെ ഇടയിലേക്ക്, മനുഷ്യർക്ക് വേണ്ടി, മനുഷ്യരിൽ ഒരുവനായിട്ട് അങ്ങനെ കടന്നു ചെല്ലുവാനായിട്ടുള്ള
ഒരു വിളിയാണ് സത്യത്തിൽ നമ്മൾ ഓരോരുത്തരുടെയും വിളി എന്ന് പറയുന്നത്. എന്നാൽ എവിടെയൊക്കെയോ കാലങ്ങൾ കഴിയുമ്പോൾ നമ്മുടെ ജീവിതത്തിലേക്കും ആ പരീക്ഷന്മാർക്ക് സംഭവിച്ച അപജയം നമുക്കും സംഭവിക്കുന്നുണ്ടോ എന്നുള്ളത് തീർച്ചയായിട്ടും നമ്മൾ ചിന്തിക്കുകയും നിരീക്ഷിക്കുകയും പഠിക്കുകയും ഒക്കെ ചെയ്യേണ്ട കാര്യമാണ്. അതാണ് സത്യത്തിൽ ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുവാനായിട്ട് പോകുന്നത്. അതിനായിട്ട് PC ബെന്നി ചേട്ടനെ ക്ഷണിക്കുന്നു. ജോവൽ വളരെ കൃത്യമായിട്ടുള്ള ഒരു ഇൻട്രൊഡക്ഷൻ, നല്ല ഒരു ഇൻട്രൊഡക്ഷൻ ഈ പഠനത്തിന് നൽകി. അതുകൊണ്ട് തന്നെ അത് എന്നെ വളരെ സഹായിക്കുന്ന ഒരു ഇൻട്രൊഡക്ഷനാണ്. കാരണം കാര്യങ്ങൾ വളരെ കൃത്യമായിട്ട് തന്നെ ജോവൽ അതിനെ കുറിച്ച് അവതരിപ്പിച്ചു. പരീശൻ എന്ന വാക്ക് കേൾക്കുമ്പോൾ ജോവൽ നമ്മളെ ഓർമ്മിപ്പിച്ചതുപോലെ വളരെ മോശക്കാരായ ഒരാളുകൾ ഒരുപക്ഷെ ഒരു പരീക്ഷനെ കിട്ടിയ 2 അടിയെങ്കിലും കൊടുക്കണം എന്ന് തോന്നുന്ന ഒരു രീതിയിലാണ് നമ്മൾ പലരും ചിന്തിച്ചു പോകുന്നത്. ഒരു പരീക്ഷനെ കിട്ടിയിരുന്നെങ്കിൽ എന്ന് ചിലപ്പോൾ നമ്മൾ ആഗ്രഹിച്ചു പോകും. കാരണം നമ്മുടെ കർത്താവ് ജീവിച്ച കാലത്ത് കർത്താവിന്റെ ജോവലിന്റെ വാക്കുകൾ കടമെടുത്താൽ പ്രതിപക്ഷ സ്ഥാനത്ത് നിൽക്കുകയും എപ്പോഴും വിമർശിക്കുകയും എല്ലാ കാര്യത്തിലും കുറ്റം കണ്ടുപിടിക്കാൻ ശ്രമിക്കുകയൊക്കെ ചെയ്തുകൊണ്ട് അങ്ങനെ ഒപ്പം നടന്ന ആളുകളാണല്ലോ പരീശന്മാര്. പക്ഷെ ഈ പരീശത്വം എന്ന് പറയുന്ന അവരുടെ ജീവിത രീതി അല്ലെങ്കിൽ അവരുടെ ജീവിത വീക്ഷണം, അവര് മറ്റുള്ളവരെ പഠിപ്പിക്കാനായിട്ട് ശ്രമിച്ച നിലപാടുകൾ, ധാരണകൾ, അത് അവരുടെ മാത്രം ആ ഒരു കൂട്ടം ആളുകളുടെ മാത്രം പ്രത്യേകതയല്ല എന്നുള്ളതാണ് വാസ്തവം. ജോവൽ ഓർമ്മിപ്പിച്ചതുപോലെ ഒരു സെക്കൻഡ് ടെമ്പിൾ പീരീഡിന് ശേഷം, 2ാമത്തെ ദേവാലയത്തിന്റെ നിർമ്മിതിക്ക് ശേഷമുള്ള ഒരു കാലഘട്ടത്തിൽ, BC 500 ശേഷമുള്ള കാലഘട്ടത്തിൽ രൂപപ്പെട്ടു വന്ന ഒരു കൂട്ടം ആളുകളാണ് പരീശന്മാർ. അതുകൊണ്ടാണ് നമ്മൾ പഴയ നിയമത്തിൽ അവരെ കുറിച്ചൊന്നും വായിക്കാത്തത്. ബൈബിളിന്റെ പഴയ നിയമ കാനോൻ കംപ്ലീറ്റ് ആയതിനു ശേഷമാണ് ഇവരുടെ പ്രവർത്തനങ്ങൾ അധികം നമ്മൾ കാണുന്നത്. ഒരു BC 150, 160 ഒക്കെ ശേഷമാണ് അവർ ഏറ്റവും കൂടുതൽ പ്രബലരായിട്ട് തീർന്നത്. പ്രത്യേകിച്ച് മക്കബായ വിപ്ലവം എന്ന് പറയുന്ന ഒരു കാലഘട്ടം ഉണ്ടല്ലോ, ആ കാലഘട്ടത്തിന് ശേഷമാണ് അവര് യഹൂദ പൊതു സമൂഹത്തിൽ വളരെ ശക്തമായിട്ടുള്ള ഒരു സ്വാധീനമായിട്ട് മാറിയത്. ജോവൽ ഓർമ്മിപ്പിച്ചതുപോലെ അവര് വളരെ നല്ല ആളുകളായിരുന്നു എന്നുള്ള കാര്യം നമ്മൾ മറക്കരുത്. അവർ മോശക്കാരായ ആളുകളല്ല, വളരെ നല്ല ആളുകളായിരുന്നു. അവരുടെ ജീവിത രീതി വളരെ നല്ല ജീവിത രീതിയായിരുന്നു. എന്ന് വെച്ചാൽ അങ്ങനെ തെറ്റ് പറയാൻ സാധിക്കാത്ത, പുറമേ നോക്കിക്കഴിഞ്ഞാൽ എല്ലാം കൊണ്ട് യോഗ്യരായ ആളുകളാണ്. അവരുടെ ഇടയിൽ തന്നെ ഒരു പരിവർത്തനത്തിന്റെ കാഹളധ്വനി മുഴക്കി വന്ന ആളുകളാണ്. അവരുടെ ഇടയിലുള്ള ആളുകൾ ദൈവത്തിൽ നിന്നകന്നു, ദൈവവചനത്തിൽ നിന്നകന്നു. അതേപോലെ വൈദേശിക ആക്രമണം വരുന്നു, അവരുടെ സംസ്കാരം തകരുന്നു, അവരുടെ സംസ്കാരത്തിലേക്ക് മറ്റു പല വിജാതീയ സംസ്കാരങ്ങളും കടന്നു കയറി. അങ്ങനെ അവരെ ഒരു വല്ലാത്ത ഒരു കാലഘട്ടത്തിലേക്ക് എത്തിച്ചെന്നപ്പോൾ അവരെ തിരിച്ച് ദൈവത്തിങ്കിലേക്കും ദൈവവചനത്തിലേക്കും ദൈവവചനത്തിന്റെ സമർപ്പണത്തിലേക്കും തിരികെ കൊണ്ടുവരാൻ വേണ്ടി വളരെ ശക്തമായ നിലപാടുകളെടുത്ത്, ധീരമായ നിലപാടുകളെടുത്ത് മുന്നോട്ട് വന്ന ഒരു കൂട്ടം ആളുകളാണ്. അതുകൊണ്ട് ചരിത്രപരമായി നോക്കിക്കഴിഞ്ഞാൽ അവരുടെ തുടക്കം വളരെ നല്ലൊരു തുടക്കമാണ്. ആ പേര് തന്നെ എന്ന് വെച്ചാൽ തെറ്റായ ജീവിത രീതികളോട് മാറി നിന്നുകൊണ്ട് തങ്ങളുടെ തനിമ തുറന്നു കാണിക്കണം, അതിനുവേണ്ടി ജീവിതം സമർപ്പിക്കണം എന്ന് കരുതി വന്ന ഒരു കൂട്ടം ആളുകളാണ് അവര്. അതുകൊണ്ട് അവരുടെ നിലപാടുകൾ തുടക്കത്തിൽ തീർച്ചയായിട്ടും വളരെ ധീരമായ നിലപാടുകളായിരുന്നു. അവർ നിലകൊണ്ടത് വളരെ നല്ല കാര്യങ്ങൾക്ക് വേണ്ടിയായിരുന്നു. ചുരുക്കി പറഞ്ഞാൽ അവരെ കുറിച്ച് നമ്മൾ പുതിയ നിയമത്തിൽ വായിക്കുമ്പോഴും കർത്താവ് അവരെ കുറിച്ച് പറയുന്ന വാക്കുകളൊക്കെ ചേർത്ത് വായിക്കുമ്പോൾ ചില കാര്യങ്ങൾ അവരെ കുറിച്ച് നമുക്ക് തുടക്കത്തിൽ നല്ലത് പറയേണ്ടതുണ്ട്. ആ കാര്യങ്ങൾ ഒറ്റ വാക്കിൽ പറഞ്ഞാൽ ഇതൊക്കെയാണ്: അവർ നല്ല മനുഷ്യരായിരുന്നു, അവർ നിയമം അനുസരിക്കുന്നവരായിരുന്നു, അവർ പള്ളിയിൽ കൃത്യമായിട്ട് പോകുന്നവരായിരുന്നു, ദൈവവചനം പഠിക്കുന്നവരായിരുന്നു, ദൈവവചനം പഠിപ്പിക്കുന്നവരായിരുന്നു, കൃത്യമായി അവരുടെ സ്വമേധദാനങ്ങൾ, അവര് ദശാംശം എന്ന് പറയുന്ന ആ കാര്യം കൃത്യമായിട്ട് കൊടുക്കുന്നവരായിരുന്നു, വളരെ അച്ചടക്കത്തോടെ കൃത്യനിഷ്ഠയോടെ കണക്ക് വെച്ച് പ്രാർത്ഥിക്കുന്നവരായിരുന്നു, വളരെ ത്യാഗപൂർവമായിട്ട് സുവിശേഷ പ്രവർത്തനം ചെയ്യുന്നവരായിരുന്നു. പൊതുവെ യഹൂദന്മാർ സുവിശേഷ പ്രവർത്തനം ചെയ്യുന്ന ആളുകളല്ല.
എന്നാൽ പരീശന്മാരെ കുറിച്ച് കർത്താവ് പറയുന്ന ഒരു കാര്യം, അവർ സുവിശേഷ പ്രവർത്തനം ചെയ്യുന്ന ആളുകളായിരുന്നു എന്നാണ്. അവരവരുടെ മതത്തിൽ ചേർക്കാൻ വേണ്ടി അവര് നാടും വീടും വിട്ട് ചുറ്റി സഞ്ചരിക്കുന്ന ആളുകളായിരുന്നു എന്നാണ്. അപ്പൊ ഇങ്ങനെയെല്ലാം ചെയ്യുന്ന ആളുകളായിരുന്നു ഇവര്. എന്നാൽ ഒരുപക്ഷെ കർത്താവ് ഏറ്റവും നിശിതമായ വാക്കുകളിൽ വിമർശിച്ചതും അവരെയാണ്. അപ്പൊ അത് ഒരു വലിയൊരു വിരോധാഭാസമാണ്. ഒരു നല്ല തുടക്കത്തിന് വേണ്ടി നിലകൊണ്ടു, നല്ല ആശയങ്ങൾക്ക് വേണ്ടി ജീവിതം സമർപ്പിച്ചു, അതിനുവേണ്ടി അവര് ജീവിതം ഒഴിഞ്ഞു വെച്ചു, ഇത്രയെല്ലാം കാര്യങ്ങൾ അവർ ചെയ്തു. പക്ഷെ ഈ കർത്താവിന്റെ ഏറ്റവും ശക്തമായ വിമർശനങ്ങൾ ഏറ്റുവാങ്ങി നിശിതമായ വാക്കുകളിൽ കർത്താവ് അവരെ വിശേഷിപ്പിച്ചു. മാത്രമല്ല, ഒരുപക്ഷെ മറ്റാരെക്കുറിച്ചും പറയുന്നതിന്റെ അപ്പുറത്ത് അവരെക്കുറിച്ച് കർത്താവ് പറഞ്ഞു. മറ്റ് വലിയ കുറ്റകൃത്യങ്ങൾ ചെയ്ത ആളുകൾ കർത്താവിന്റെ അടുക്കൽ വന്നു. പക്ഷെ അവരെ കുറിച്ചൊന്നും കർത്താവ് ഇങ്ങനെയല്ല പറഞ്ഞത്. പക്ഷെ പരീശന്മാരെ കുറിച്ച് കർത്താവ് പറഞ്ഞ വാക്കുകൾ അത് വളരെ പേടിപ്പെടുത്തുന്ന വാക്കുകൾ തന്നെയാണ്. ഫിലിപ്പിയാൻസി എഴുതിയ പ്രസിദ്ധമായ പുസ്തകമുണ്ടല്ലോ, ദ ജീസസ് ഐ നെവർ ന്യൂ എന്നൊരു പുസ്തകം. ആ പുസ്തകത്തിൽ അദ്ദേഹം പറയുന്ന ഒരു പ്രസ്താവനയുണ്ട്, രസകരമായ പ്രസ്താവനയാണ്. അദ്ദേഹം പറഞ്ഞു, യേശുവിന് സുഖപ്പെടുത്താൻ കഴിയാത്ത രോഗമോ മാറ്റാൻ കഴിയാത്ത ഒരു ജനന വൈകല്യമോ ഒഴിപ്പിക്കാൻ കഴിയാത്ത ഒരു ഭൂതബാധയോ ഒരിക്കലും ഉണ്ടായിട്ടില്ല. എന്നാൽ ബോധ്യപ്പെടുത്താൻ കഴിയാത്ത സംശയാലുക്കളെയും പരിവർത്തനം ചെയ്യാൻ കഴിയാത്ത പാപികളെയുമാണ് അവൻ കണ്ടുമുട്ടിയത്. പാപമോചനത്തിന് സ്വീകർത്താവിന്റെ ഭാഗത്ത് നിന്നുള്ള ഇച്ഛാശക്തി ആവശ്യമാണ്. അപ്പോൾ കർത്താവിന് രോഗങ്ങളെ, ഏത് രോഗത്തെയും സൗഖ്യമാക്കാൻ പറ്റി, ഏത് ഭൂതത്തെയും പുറത്താക്കാൻ പറ്റി, ഏത് ജന്മ വൈകല്യത്തെയും പരിഹരിക്കാൻ പറ്റി, മരണത്തെ തോൽപ്പിച്ച് മരണത്തിലേക്ക് പോയ മനുഷ്യന്റെ ജീവനിലേക്ക് തിരികെ കൊണ്ടുവരാൻ സാധിച്ചു. എന്നാൽ കർത്താവിന്റെ വാക്കുകൾ ഹൃദയത്തിൽ പരിവർത്തനം വരുത്താത്ത ഒരു കൂട്ടം ആളുകൾ, അവരിൽ മുൻപന്തിയിൽ നിന്നത് പരീശന്മാരാണ് എന്നുള്ളതാണ് വാസ്തവം. അപ്പൊ അതാണ് അവരെ കുറിച്ചുള്ള ഒരു വിരോധാഭാസം എന്ന് പറയാവുന്ന ഒരു ചിത്രം. നല്ല തുടക്കം, നല്ല ആഗ്രഹങ്ങൾ, നല്ല താല്പര്യങ്ങൾ, എന്നാൽ ഏറ്റവും ശക്തമായ വിമർശനങ്ങൾ ഏറ്റുവാങ്ങാൻ വിധിക്കപ്പെട്ടവരായിട്ട് അവരെങ്ങനെ നിൽക്കുകയാണ്. കർത്താവ് ഇവരെ കുറിച്ച് വിമർശിക്കാൻ വേണ്ടി എത്ര വാക്കുകളാണ് മാറ്റിവെച്ചത്, എത്ര സമയമാണ് അതിനുവേണ്ടി ഉപയോഗിച്ചത് എന്നുള്ള കാര്യം നമുക്കറിയാമല്ലോ. മത്തായിയുടെ സുവിശേഷം 23-ാം അധ്യായം ഇവരെ കുറിച്ച് തന്നെ പറഞ്ഞിരിക്കുകയാണ്. ആ അധ്യായം മുഴുവൻ പരീശന്മാരെ കുറിച്ചും ശാസ്ത്രിമാരെ കുറിച്ചുമുള്ള വാക്കുകളാണ്. അവരെ കുറിച്ച് പറയുമ്പോൾ അയ്യോ കഷ്ടം, അയ്യോ കഷ്ടം, വോ അൺ ടു യു എന്ന് പറഞ്ഞിട്ടാണ് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ ഒരു അധ്യായം മുഴുവൻ മാറ്റി വെച്ചിരിക്കുകയാണ്. ഒരുപക്ഷെ മത്തായി അത് ഇത്രയും വിശദമായിട്ട് രേഖപ്പെടുത്തിയിരിക്കുകയാണ്. ഒരുപക്ഷെ മത്തായിയെ പോലെ ഈ പരീശപക്ഷത്ത് നിന്ന് ഏറ്റവും അധികം എതിർപ്പ് നേരിട്ട മറ്റൊരു ആള് ചിലപ്പോൾ ഉണ്ടാവില്ലായിരിക്കും. അതുകൊണ്ടായിരിക്കാം. കാരണം മത്തായി ചുങ്കക്കാരനായ മനുഷ്യനായിരുന്നു, ടാക്സ് കളക്ടർ ആയിരുന്നു. അപ്പോൾ അവർക്ക് ഒട്ടും ഇഷ്ടമല്ലാത്ത ആളായിരുന്നു മത്തായി. അതുകൊണ്ടായിരിക്കാം ഒരുപക്ഷെ മത്തായിക്ക് നേരിട്ട ദുരനുഭവങ്ങൾ കൊണ്ടായിരിക്കാം ഒരുപക്ഷെ മത്തായി അവരെ കുറിച്ച് കുറച്ച് വിശദമായിട്ട്, കർത്താവിന്റെ വാക്കുകൾ അല്പം വിശദമായിട്ട് തന്നെ ഒരു അധ്യായം മുഴുവൻ അങ്ങനെ രേഖപ്പെടുത്തി വെച്ചത് എന്ന് ഒരുപക്ഷെ ചിന്തിക്കാം. അപ്പോൾ എന്താണ് അവർക്ക് സംഭവിച്ചത് എന്ന് നോക്കിയാല് കർത്താവിന്റെ വാക്കുകൾ പരിശോധിച്ച ചില കാര്യങ്ങൾ നമുക്ക് പെട്ടെന്ന് ഒന്ന് ശ്രദ്ധിക്കാം. അപ്പോൾ 23-ാം അധ്യായം, മത്തായിയുടെ സുവിശേഷം 23-ാം അധ്യായം വായിക്കുമ്പോൾ കർത്താവ് അവരെ കുറിച്ച് ചില പ്രസ്താവനകൾ, ചില കാര്യങ്ങൾ പറയുന്നുണ്ട്. ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്, നമുക്ക് എല്ലാം എടുക്കാൻ നേരമില്ല. അപ്പോൾ അവരുടെ ഒരു വലിയ പ്രത്യേകത, വാക്കും പ്രവൃത്തിയും തമ്മിൽ വലിയൊരു വൈരുദ്ധ്യമുണ്ട് എന്നാണ് കർത്താവ് അവരെ കുറിച്ച് കാണിച്ചു തന്നത്. അവരുടെ വാക്കും പ്രവൃത്തിയും പരസ്പരം ചേരുന്നില്ല എന്ന് കർത്താവ് പറഞ്ഞു. എന്താണ് പറയേണ്ടത് നന്നായിട്ട് അറിയുന്ന ആളുകളാണ് അവർ. കാരണം ദൈവവചനം നന്നായിട്ട് പഠിക്കുന്ന ആളുകളാണ്. ദൈവവചനത്തിന്റെ എല്ലാ വിശദാംശങ്ങളും അവർ നന്നായിട്ട് പഠിച്ചിട്ടുണ്ട്. അതിലെ കൽപ്പനകളെ വേർതിരിച്ചെഴുതി അവരങ്ങനെ 613 കൽപ്പനകൾ എന്നൊക്കെ പറഞ്ഞ് കണ്ടുപിടിച്ചു. അതേപോലെ തന്നെ ഓരോ നിബന്ധനകളും അതിന്റെ മേൽ ഉപചട്ടങ്ങളും ഒക്കെ ആയിട്ട് അവരങ്ങനെ വേർതിരിച്ചെഴുതി അവരുടെ പുസ്തകങ്ങളൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. അവരുടെ ഓറൽ ലോ ഉണ്ട്, ട്രഡീഷൻസ് ഉണ്ട്, എല്ലാം കണ്ടുപിടിച്ച് അങ്ങനെ ദൈവവചനത്തെ കുറിച്ച് വളരെയധികം പാണ്ഡിത്യമുള്ള ആളുകളാണ് അവര്. നന്നായിട്ട് അവർക്ക് അറിയാം എന്താണ് പറയേണ്ടത്, നന്നായിട്ട് അറിയാം. മോശയുടെ പീഠത്തെങ്കിൽ എന്ന് വെച്ചാൽ മോശയുടെ പുൾപിറ്റിൽ നിന്നുകൊണ്ട് പ്രസംഗിക്കുന്ന ആളുകളാണ് അവര്. അപ്പൊ ദൈവവചനം കൈകാര്യം ചെയ്യുന്ന ആളുകളാണ്, നന്നായിട്ട് പറയുന്ന ആളുകളാണ് അവര്. പക്ഷേ പറയുന്നത് ചെയ്യുന്നില്ല എന്നാണ് കർത്താവ് അവരെ കുറിച്ച് പറഞ്ഞത്. അതാണ് അവരുടെ ഏറ്റവും വലിയൊരു വൈരുദ്ധ്യമായിട്ട് കർത്താവ് ചൂണ്ടിക്കാണിച്ചത്. മത്തായിയുടെ സുവിശേഷം 23-ന്റെ 3-4 വാക്യങ്ങൾ, യേശു ജനക്കൂട്ടത്തോടും തന്റെ ശിഷ്യന്മാരോടുമായി ഇപ്രകാരം പറഞ്ഞു, അതുകൊണ്ട് അവർ നിങ്ങളോട് പറയുന്നതെല്ലാം സസൂക്ഷ്മം അനുവർത്തിക്കണം. കാരണം ദൈവവചനത്തിൽ നിന്ന് പറയുന്ന കാര്യങ്ങളല്ലേ, അത് അനുവർത്തിക്കണം. എന്നാൽ അവരുടെ ജീവിത ശൈലി മാതൃകയാക്കരുത്. കാരണം ഉപദേശിക്കുന്നതല്ല അവർ അനുവർത്തിക്കുന്നത്. ഇതാണ് അവരുടെ ഒരു വലിയ പ്രശ്നമായിട്ട് നാം കാണുന്നത്, കർത്താവിന്റെ വാക്കുകൾ തെളിയുന്നത്. രണ്ടാമത്തെ ഒരു വലിയ പ്രശ്നമായിട്ട് കർത്താവ് അവരെ കുറിച്ച് പറയുന്നത്,
അവർ മറ്റുള്ളവരുടെ ശ്രദ്ധ പിടിച്ചു പറ്റാൻ വേണ്ടിയാണ് അവരുടെ ഈ കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരുന്നത്. ഈ ആത്മീയ ആ, അഭ്യാസങ്ങൾ അല്ലെങ്കിൽ ഈ ആത്മീയതയുടെ ആ, മേലാപ്പടിഞ്ഞ് അവർ ചെയ്തുകൊണ്ടിരുന്ന കാര്യങ്ങൾ ഒക്കെ അവരുടെ ഭക്തി എന്ന് പറയുന്നത് മറ്റുള്ളവരുടെ കാഴ്ചയ്ക്ക് വേണ്ടിയുള്ള ഭക്തിയായിരുന്നു എന്ന് കർത്താവ് അവരെ കുറിച്ച് പറയുന്നു. 23:5 മനുഷ്യരുടെ ശ്രദ്ധ പിടിച്ചു പറ്റുന്നതിന് വേണ്ടി മാത്രമാണ് അവരെല്ലാം ചെയ്യുന്നത്. അവരുടെ കുപ്പായം, അവരുടെ പ്രത്യേക കുപ്പായം, അവരുടെ വേദപ്പട്ട, അതൊക്കെ ഇങ്ങനെ വീതി കൂട്ടി അവരുടെ പുറം കുപ്പായമൊക്കെ ഇട്ട് അതിന് തൊങ്ങലുകളൊക്കെ നീളം കൂട്ടുന്നു. എന്ന് വെച്ചാൽ അവരുടെ ആ പബ്ലിക് അറ്റയർ അങ്ങനെ വളരെ സവിശേഷമായ രീതിയിൽ കാണിക്കുന്നു. അത് കാണിച്ചതിലൂടെ അവർ ഭക്തിയെ പരസ്യമാക്കാനായിട്ട് ശ്രമിക്കുകയാണ്. മറ്റുള്ളവർക്ക് വേണ്ടിയുള്ള ഒരു ഭക്തി, അതാണ് അവരുടെ ഭക്തിയുടെ ഒരു പ്രത്യേകത. അതാണ് കർത്താവ് അവരെ കുറിച്ച് പറയുന്ന രണ്ടാമത്തെ ആക്ഷേപം എന്ന് പറയുന്നത്. അതേപോലെ തന്നെ മൂന്നാമത് കർത്താവ് അവരെ കുറിച്ച് പറയുന്നത് അവര് കൃപയിൽ നിന്ന് മറ്റുള്ളവരെ അകറ്റുന്ന ആളുകളാണ് എന്നുള്ള ഗുരുതരമായ ഒരു ആരോപണം അവരെ കുറിച്ച് പറയുകയാണ്. ക്രിസ്തുവിന്റെ കൃപയിൽ നിന്ന് മറ്റുള്ളവരെ അകറ്റി നിർത്തുന്ന ആളുകളാണ് അവര്. 23:13-15 വാക്യങ്ങളിൽ കപടഭക്തരായ വേദജ്ഞരെ, പരീശന്മാരെ, നിങ്ങൾക്ക് അയ്യോ കഷ്ടം! നിങ്ങൾ സ്വർഗരാജ്യത്തിന്റെ വാതിൽ മനുഷ്യർക്ക് നേരെ കുട്ടി അടിച്ചു കളയുന്നു. നിങ്ങൾ അതിൽ പ്രവേശിക്കുന്നില്ലെന്ന് മാത്രമല്ല, പ്രവേശിക്കാൻ ആഗ്രഹിക്കുന്നവരെ അനുവദിക്കുന്നുമില്ല. അതാണ് അവരുടെ വലിയൊരു പ്രശ്നം. അവര് കൃപയുടെ വാതിൽ അവര് കടക്കുന്നില്ല. കടക്കാനായിട്ട് ആരെങ്കിലും ശ്രമിച്ചു കഴിഞ്ഞാൽ അവരെ അതിന് സമ്മതിക്കുന്നില്ല. അവരെയും അതിൽ നിന്ന് മാറ്റി പ്രവർത്തിയാനുള്ള നീതീകരണത്തിലേക്ക് അവരെ നയിക്കുകയും അങ്ങനെ അവരെ നരകയോഗ്യരാക്കി തീർക്കുകയും ചെയ്യുന്നു എന്നുള്ള ഒരു വലിയ പ്രശ്നം അവർക്കുണ്ട് എന്ന് കർത്താവ് അവരോട് പറയുകയാണ്, അവരെ കുറിച്ച് പറയുകയാണ്. നാലാമതൊരു കാര്യം 23-ാം അധ്യായത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് 16-ാം വാക്യത്തിൽ പറയുന്നത്, അവരുടെ സ്വന്തം ബോധ്യങ്ങൾ ദൈവവചനത്തിന്റെ ഭാഗമായിട്ട് ചേർക്കുകയും അത് ദൈവവചനത്തിനൊപ്പം പ്രസക്തവും പ്രാധാന്യവും ഉള്ളതാണെന്ന് പഠിപ്പിക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നു. അപ്പോൾ അവർ പറയുന്ന ഒരു കാര്യം, അവരെ കുറിച്ച് കർത്താവ് പറയുന്നതായിട്ടുള്ള കാര്യം, അന്ധന്മാരായ വഴികാട്ടികളെ, നിങ്ങൾക്ക് അയ്യോ കഷ്ടം! എന്നിട്ട് പറയുകയാണ്, ഒരാൾ ദേവാലയത്തെക്കുറിച്ച് ആണയിട്ടാൽ സാരമില്ല എന്നും ദേവാലയത്തിലെ സ്വർണത്തെ കൊണ്ട് ആണയിട്ടാൽ അയാൾ തന്റെ ശപഥം നിറവേറ്റാൻ ബാധ്യസ്ഥനാണെന്ന് നിങ്ങൾ പറയുന്നു. എന്നിട്ട് കർത്താവ് ചോദിക്കുകയാണ്, ഏതിനാണ് മൂല്യം കൂടുതൽ? ഏതാണ് പ്രധാനപ്പെട്ടത്? ദേവാലയമാണോ ദേവാലയത്തിൽ ഇരിക്കുന്ന സ്വർണമാണോ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ സ്വർണത്തെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ കുടുങ്ങി, ദേവാലയത്തെ കുറിച്ച് പറഞ്ഞാൽ കുഴപ്പമില്ല. എന്നാൽ ഈ സ്വർണം ദേവാലയത്തിൽ ഇരിക്കുന്നത് കൊണ്ടാണ് സ്വർണത്തിന് എന്തെങ്കിലും പ്രത്യേകത ഉണ്ടായത്? സ്വർണം ദേവാലയത്തിന് പുറത്തെത്തിയാൽ സാധാ സ്വർണം തന്നെയാണ്. ദൈവത്തിന്റെ സാമീപ്യമുള്ള ഇടത്ത് ഇരിക്കുന്നത് കൊണ്ടാണ് സ്വർണത്തിന് പ്രസക്തി. അപ്പോൾ ഇവരുടെ നിയമം കൊണ്ടുവന്നിട്ട് ഈ നിയമം സ്ഥാപിച്ച് അതിനെ ദൈവത്തിന്റെ കൽപ്പനകളേക്കാൾ വലുത്, ദൈവത്തിന്റെ കൽപ്പനയുടെ സ്പിരിറ്റിനേക്കാൾ വലിയ അർത്ഥം അവരത് കൽപ്പിക്കുകയാണ് ചെയ്തത്. അപ്പോൾ അവരുടെ ബോധ്യങ്ങൾ അവർ ദൈവത്തിന്റെ വചനത്തോട് ചേർക്കുന്ന ആളുകളാണ് എന്നാണ് കർത്താവ് അവരെ കുറിച്ച് പറഞ്ഞത്. പിന്നെ മറ്റൊരു കാര്യം അവരെ കുറിച്ച് കർത്താവ് തന്നെ പറയുന്നത് 10-ാം സുവിശേഷം 23-ാം അധ്യായത്തില് അവർ മറ്റു മനുഷ്യരോട് വളരെ കരുണയില്ലാതെ സ്നേഹരഹിതമായിട്ട് പെരുമാറുന്നു എന്നാണ്. നമുക്ക് കർത്താവിന്റെ ജീവിത കാലം നമ്മൾ പരിശോധിക്കുമ്പോൾ കർത്താവിന് ഏറ്റവും അധികം എതിർപ്പ് നേരിട്ടത് പരീശന്മാരിലായിരുന്നു നമുക്കറിയാം. ഈ എതിർപ്പ് നേരിട്ടതിന്റെ ഒരു കാരണം കർത്താവ് സാധാരണ ആളുകളോട് മനസ്സലിവും കരുണയും കാണിച്ചു എന്നുള്ളതാണ്. കർത്താവിന്റെ ഔദാര്യ മനസ്സ് അവർക്ക് വലിയ സങ്കടമായിട്ട് തീർന്നു. അവർക്ക് അതിനെതിരെ വളരെ ശക്തമായിട്ട് നിലപാടുകൾ അവർ കൈക്കൊണ്ടു എന്ന് നമുക്കറിയാമല്ലോ. കർത്താവ് 23-23 പറയുന്ന പ്രസ്താവന ഇങ്ങനെയാണ്, കപടഭക്തരായ വേദജ്ഞരെ, പരീശന്മാരെ, നിങ്ങൾക്ക് ഹാ കഷ്ടം! പുതിന, അയമോദകം, ജീരകം എന്നിവയിൽ നിന്നുള്ള നിസാര വരുമാനത്തിൽ നിന്ന് പോലും നിങ്ങൾ ദശാംശം നൽകുന്നു. എന്നാൽ ന്യായപ്രമാണത്തിലെ പ്രാധാന്യമേറിയ കാര്യങ്ങളായ നീതി, കരുണ, വിശ്വസ്തത എന്നിങ്ങനെയുള്ളവയോ നിങ്ങൾ അവഗണിച്ചിരിക്കുന്നു. പ്രാധാന്യമേറിയവ പാലിക്കുകയും പ്രാധാന്യം കുറഞ്ഞവ അവഗണിക്കാതിരിക്കുകയുമാണ് വേണ്ടിയിരുന്നത് എന്നാണ് കർത്താവിനെ കുറിച്ച് പറയുന്നത്. അപ്പോ അവര് കരുണ കാണിക്കാൻ മറന്നുപോയ ആളുകളാണ്. നീതി, കരുണ, വിശ്വസ്തത, ഇതാണ് ദൈവവചനത്തെ സംബന്ധിച്ച്, ന്യായപ്രമാണത്തെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ടത്. ഈ സവിശേഷതകളാണ് ദൈവത്തിന്റെ സവിശേഷതകൾ. ഇതാണ് ദൈവം ന്യായപ്രമാണത്തിലൂടെ നമ്മുടെ മുമ്പിൽ അവതരിപ്പിച്ചു തന്നത് എന്നിരിക്കെ അതിനെ മറന്നുകൊണ്ട് അവർ അതിന്റെ പ്രാധാന്യം കുറഞ്ഞ കാര്യങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും
അതിനെ അവര് അധിക പ്രാധാന്യത്തോടെ അവതരിപ്പിക്കുകയും ചെയ്തു. അവർ കരുണയില്ലാത്ത ആളുകളായി മാറി. മറ്റൊരു ഒരു സന്ദർഭം നമുക്ക് പരിചയമുണ്ടല്ലോ. മർക്കോസിന്റെ സുവിശേഷത്തിൽ 3-ാം അധ്യായത്തിലൊക്കെ രേഖപ്പെടുത്തിയ സംഭവം, ഒരു വരണ്ട കൈയുള്ള മനുഷ്യൻ, ഒരു വിതേർഡ് ഹാൻഡ്, ഒരു മനുഷ്യൻ, വരണ്ട കൈയുള്ള ഒരു മനുഷ്യനെ കുറിച്ച് നമ്മൾ വായിക്കുന്നുണ്ട്. കർത്താവ് അവരുടെ സിനഗോഗിൽ ചെന്നപ്പോൾ അവിടെ അങ്ങനെ ഒരു മനുഷ്യനുണ്ടായിരുന്നു. ആ മനുഷ്യന് ഈ അസുഖമുണ്ട്, കാലങ്ങളായിട്ട് അദ്ദേഹം ഈ പ്രയാസം അനുഭവിക്കുകയാണ്. അപ്പോൾ ഇദ്ദേഹത്തെ യേശു സൗഖ്യമാക്കുമോ എന്ന് അവരങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഈ സൗഖ്യമാക്കുന്നത് കണ്ട് സന്തോഷിക്കാനോ ഇദ്ദേഹത്തിന്റെ രോഗസൗഖ്യം കണ്ട് കോൾമേർ കൊള്ളാനോ അല്ല പരീശന്മാരെ നോക്കിക്കൊണ്ടിരുന്നത്. പിന്നെയോ യേശു ശബത്തിൽ സൗഖ്യമാക്കിയാൽ അതിന്റെ പേരിൽ അവനെ ആക്ഷേപിക്കണമെന്നും പിടിക്കണമെന്നും അവനെതിരെ ഉള്ള നടപടികൾക്ക് ആക്കൽ കൂട്ടണമെന്നും ചിന്തിച്ചുകൊണ്ടാണ് അവരങ്ങനെ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ എത്ര വലിയ കാഠിന്യമായിരുന്നു അവരുടെ മനസ്സിന്. അവര് എത്ര ദയാരഹിതമായിട്ടാണ് പെരുമാറിയത്. അവരുടെ കൂട്ടത്തിലുള്ള ഒരു മനുഷ്യൻ, അദ്ദേഹം വർഷങ്ങളായിട്ട് ദുരിതം അനുഭവിക്കുകയാണ്. ഈ ദുരിതത്തിന് എപ്പോഴെങ്കിലും ഒരു ശമനം കിട്ടിയിരുന്നെങ്കിൽ, അദ്ദേഹത്തിന് രോഗസൗഖ്യം കിട്ടിയിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിക്കുന്നതിന് പകരം രോഗസൗഖ്യം കൊടുക്കുന്നതിൽ കുറ്റം കണ്ടെത്താനായിട്ട് നോക്കിയിരിക്കുന്ന ഒരു മനസ്സ്, അതെന്തൊരു മനസ്സാണ്! ആ മനസ്സാണ് അവരുടെ മനസ്സ് എന്ന് കർത്താവ് അവരെ ഓർമ്മിപ്പിക്കുകയും അത് വളരെ കർശനമായ രീതിയിൽ അവരെ വിമർശിക്കാനായിട്ടുള്ള ഒരു കാര്യമായിട്ട് കർത്താവ് എടുത്തു പറയുകയും ചെയ്യുന്നുണ്ട്. പിന്നെ അവരെ കുറിച്ച് വേറൊരു കാര്യം കൂടി പറയുന്നത് 23-25 അവരെ കുറിച്ച് പറയുന്നത്, നിങ്ങൾക്ക് അയ്യോ കഷ്ടം, നിങ്ങൾ പാനപാത്രത്തിന്റെയും തളികയുടെയും പുറം വൃത്തിയാക്കുന്നു, എന്നാൽ അകമോ അത്യാർത്ഥിയും സ്വാർത്ഥതയും കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. എന്ന് വെച്ചാൽ അവര് ചെയ്യുന്നൊരു കാര്യം എന്ന് വെച്ചാൽ അവരുടെ ഉള്ളിലുള്ള പാപങ്ങളെയും ഉള്ളിലുള്ള തിന്മകളെയും ഒക്കെ ആളുകൾ പാപങ്ങളിൽ നിന്ന് മാനസാന്തരപ്പെടാൻ മടിക്കുന്ന മനുഷ്യരായിട്ട് നിൽക്കുകയാണ്. അതാണ് അവരെ കുറിച്ചുള്ള മറ്റൊരു വലിയ പ്രശ്നം. പാപങ്ങളെ കുറിച്ച് മാനസാന്തരപ്പെടുന്നില്ല, അതിനെ മറച്ചു വെക്കുന്നു. അതിനെ കാണാതിരിക്കാൻ വേണ്ടി പുറം ഭാഗങ്ങൾ വൃത്തിയാക്കി വെക്കുന്ന ഒരു പാത്രം പോലെ അവരിയ്ക്കുകയാണ്. പാനപാത്രം അങ്ങനെ നന്നായിട്ട് ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുകയാണ് പുറമെ. പക്ഷെ അകത്തെന്താണ്? അകത്ത് വളരെ അത്യാർത്ഥിയും സ്വാർത്ഥതയും ഒക്കെ നിറഞ്ഞിരിക്കുകയാണ്. അത് മനുഷ്യന്റെ മനസ്സിനെ കുറിച്ച് പറയുന്ന പ്രസ്താവനയാണ്, അല്ലാതെ പാത്രത്തെ കുറിച്ചല്ല എന്ന് നമുക്കറിയാം. ഈ ആളുകളുടെ മനസ്സിന്റെ ഉള്ളിലാണ് ഈ അത്യാർത്ഥിയുള്ളത്, സ്വാർത്ഥതയുള്ളത്, തിന്മയുള്ളത്, എല്ലാവിധ ദ്രവ്യാഗ്രഹവും ഉള്ളത്. പുറമെയോ അവർ വളരെ മാന്യന്മാരായിട്ട് കാണിക്കുകയാണ്. അപ്പൊ ഇങ്ങനെയുള്ള നിരവധി കാര്യങ്ങൾ അവരെ കുറിച്ച് കർത്താവ് ആരോപണമായിട്ട് പറയുകയും അവരെ വിമർശിക്കുകയും ചെയ്യുന്ന കാര്യം നമുക്കറിയാം. അപ്പോൾ ഇതാണ് ഇവരുടെ ഒരു ചിത്രമായിട്ട് നമുക്ക് സുവിശേഷത്തിൽ നിന്ന് കിട്ടുന്നത്. അവരെ കുറിച്ച് വേറെയും പല കാര്യങ്ങളിലും പലതും പറഞ്ഞിട്ടുണ്ട്. കർത്താവ് ഇവരെ വിളിക്കുമ്പോൾ ഇവരെ വിളിക്കാൻ ഉപയോഗിക്കുന്ന ഒരു വാക്ക്, അതുകൊണ്ട് സവിശേഷമായിട്ടൊരു വാക്കാണ്. കർത്താവ് ഇവരെ വിളിക്കുന്ന വാക്ക് ഹുപ്പോക്രിറ്റോസ് എന്ന വാക്കാണ്. ഹുപ്പോക്രിറ്റോസ്. ഈ ഹുപ്പോക്രിറ്റോസ് എന്ന വാക്ക് ഹിപ്പോക്രൈറ്റ് എന്ന വാക്കാണ്. എന്ന് വെച്ചാൽ നാടകം കളിക്കുന്നവർ എന്നാണ് അതിന്റെ അർത്ഥം. നാടകക്കാർ എന്നാണ്, അഭിനയക്കാർ എന്നാണ്. എന്ന് വെച്ചാൽ അന്നത്തെ കാലത്തുള്ള നാടകങ്ങളില് മനുഷ്യർ ചെയ്തുകൊണ്ടിരുന്ന ഒരു കാര്യം, നാടക നടീനടന്മാരൊക്കെ ചെയ്തുകൊണ്ടിരുന്ന ഒരു കാര്യം, അവര് പ്രത്യേക രീതിയിലുള്ള മുഖംമൂടികൾ അണിഞ്ഞു വരും. അപ്പോൾ ഈ മുഖംമൂടി വെച്ച് കഴിഞ്ഞാൽ അത് എന്തിന്റെ മുഖംമൂടിയാണോ ആ കഥാപാത്രമായിട്ട് അവർ മാറുന്നു. അങ്ങനെയാണ് അവർ ചെയ്യുന്നത്. അപ്പോൾ രാജാവിന്റെ മുഖംമൂടി വെച്ചാൽ രാജാവിനെ പോലെ, ഒരു പടയാളിയുടെ മുഖംമൂടി വെച്ചാൽ പടയാളിയെ പോലെ, അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു പുരുഷൻ സ്ത്രീയുടെ മുഖംമൂടി വെച്ചാൽ സ്ത്രീയെ പോലെ അഭിനയിക്കും. അങ്ങനെയുള്ള പല രീതിയിൽ അവർ ചെയ്തുകൊണ്ടിരിക്കും. അപ്പൊ ഈ മാസ്ക് അല്ലെങ്കിൽ മുഖംമൂടി അല്ലെങ്കിൽ അവർ മുഖത്ത് വയ്ക്കുന്ന ആ കാര്യം, അതാണ് അവരുടെ യഥാർത്ഥ കഥാപാത്രം എന്ന പോലെ അവർ അവതരിപ്പിക്കും. അപ്പൊ കാണുന്ന ആളുകൾ ഇവരുടെ അഭിനയം കണ്ട് അതിനെ ആസ്വദിച്ച് അതിനെ കയ്യൊക്കെ അടിച്ച് അതിനെ പ്രോത്സാഹിപ്പിച്ച് പോകും. അപ്പൊ ഇങ്ങനെ ചെയ്യുന്ന രീതിയായിരുന്നു അന്നത്തെ നാടകങ്ങളിലൊക്കെ ഉണ്ടായിരുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള ആളുകളെ വിളിച്ചുകൊടുക്കുന്ന പേരായിരുന്നു ഈ ഹുപ്പോക്രിറ്റോസ് എന്ന പേര്. അപ്പൊ അതൊരു ഒരു ഒരു അവതരണ കല എന്ന രീതിയിൽ നല്ലൊരു വാക്കാണ്. എന്ന് വെച്ചാൽ ഒരു കഥാപാത്രത്തെ അവതരിപ്പിക്കുന്ന ആളുകൾ എന്നാണ് അതിന്റെ യഥാർത്ഥ അർത്ഥം. എന്നാൽ കപടഭക്തി എന്നുള്ള അർത്ഥത്തിലേക്ക് അത് മാറുമ്പോൾ അവര് ആത്മീയ ജീവിതത്തിൽ ദൈവവുമായിട്ടുള്ള ബന്ധത്തിലും മറ്റു മനുഷ്യരുമായിട്ടുള്ള ബന്ധത്തിലും അവര് ഇല്ലാത്തത് ഉണ്ടെന്ന പോലെ അഭിനയിക്കുകയും യഥാർത്ഥ അവസ്ഥ മറച്ചു വെക്കുകയും ചെയ്യുന്ന ആളുകളായിട്ട് മാറുന്നു. അപ്പോൾ വലിയൊരു കാപട്യം അവരുടെ ജീവിതത്തിലുണ്ട്. അതാണ് കർത്താവ് അവരെ കുറിച്ച് പറഞ്ഞത്. അവർ ഹിപ്പോക്രൈറ്റ്സ് ആയിരുന്നു, അല്ലെങ്കിൽ ഹുപ്പോക്രിറ്റോസ് ആയിരുന്നു എന്നാണ് കർത്താവ് അവരെ കുറിച്ച് പറയുന്നത്. അപ്പോൾ ഈ പരീശത്വത്തെ കുറിച്ച് നമ്മൾ പറയുമ്പോൾ അതിന്റെ ഏറ്റവും വലിയൊരു പുസ്തകം എന്ന് പറയുന്നത് അതൊരു
അതൊരു ഒരു പകർച്ചവ്യാധിയാണ്, ഒരു കണ്ടേജിയസ് പ്രശ്നമാണ്. എന്ന് വെച്ചാൽ അത് മറ്റുള്ളവരിലേക്ക് പകരും. കർത്താവ് ശിഷ്യന്മാരോട് പറയുമ്പോൾ പറയുന്ന ഒരു പ്രസ്താവനയുണ്ടല്ലോ, പരീശന്മാരുടെ പുളിമാവ് സൂക്ഷിച്ചു കൊള്ളുവിൻ, പുളിച്ച മാവ് സൂക്ഷിച്ചു കൊള്ളുവിൻ എന്നാണ്. ലെവൻ അല്ലെങ്കിൽ ഈസ്റ്റ് എന്ന വാക്കാണ് കർത്താവ് ഉപയോഗിച്ചത്. അപ്പോൾ അതിലൂടെ അതിന്റെ അർത്ഥം നമുക്കറിയാമല്ലോ. ഒരു ഒരു വലിയ അളവ് മാവിനെ പുളിപ്പിക്കാനായിട്ട് ഒരു ചെറിയ അളവിൽ ഈസ്റ്റ് ചേർത്താൽ മതി, അല്ലെങ്കിൽ പുളിമാവ് ചേർത്താൽ മതി. അത് കുറച്ചു നേരം കഴിയുമ്പോൾ അത് മുഴുവൻ പുളിക്കും. അപ്പോൾ നമ്മൾ തയ്യാറാക്കി വെച്ച മാവിന്റെ അളവും അതിലേക്ക് ചേർക്കുന്ന ഈസ്റ്റിന്റെ അളവും തമ്മിൽ വലിയൊരു അന്തരമാണ്. എന്ന് വെച്ചാൽ അളന്ന് നോക്കിക്കഴിഞ്ഞാൽ ഒരു താരതമ്യവുമില്ല. വലിയൊരളവ് മാവിനെ പുളിപ്പിക്കാൻ ചെറിയൊരളവ് ഈസ്റ്റ് മതി. അപ്പോൾ വലിയ അളവ് മാവിനെ പുളിപ്പിക്കാൻ സാധിക്കുന്ന ചെറിയ അളവ് ഈസ്റ്റ് എന്ന ഒരു താരതമ്യം കർത്താവ് അവിടെ ഉപയോഗിക്കുകയാണ്. എന്നിട്ട് അവരോട് അതിലൂടെ കർത്താവ് കാണിച്ചു വെക്കുന്ന കാര്യം എന്ന് വെച്ചാൽ ഇത് വലിയ ഒരു പകരുന്ന പ്രശ്നമാണ്. എന്ന് വെച്ചാൽ വളരെ ചെറിയ അളവിൽ ഈ പരീശത്വ ജീവിത രീതി ഉണ്ടെങ്കിൽ, മനോഭാവങ്ങളുണ്ടെങ്കിൽ, അത് കൂടെയുള്ളവരൊക്കെ ബാധിക്കുകയും അതിനാൽ സ്വാധീനിക്കപ്പെടുകയും അത് അവരെയൊക്കെ മലിനപ്പെടുത്തുകയും ചെയ്യും എന്നുള്ള ഒരു കാര്യമാണ് കർത്താവ് അവരോട് അതിലൂടെ നമ്മൾ മനസ്സിലാക്കാനായിട്ട് ആവശ്യപ്പെടുന്നത്. അപ്പോൾ ഈ പരീശത്വം അല്ലെങ്കിൽ പരീശന്മാർ എന്ന് പറയുന്നത് ചരിത്രത്തിൽ കഴിഞ്ഞുപോയ ഒരു കൂട്ടം ആളുകളല്ല. അവിടെ നിന്ന് ഇങ്ങോട്ട് എല്ലാ കാലത്തും തുടരുന്നതാണ്. ഒരുപക്ഷെ ചരിത്രപരമായിട്ടുള്ള അവരുടെ കാലയളവ് നമ്മൾ പറഞ്ഞ ഈ കാലഘട്ടത്തിലേക്ക് ആയിരുന്നുവെങ്കിലും ഈ ജീവിത രീതി, ഈ ജീവിത വീക്ഷണം എന്ന് പറയുന്നത് എല്ലാ കാലത്തും ഉള്ള ഒരു ജീവിത രീതിയും ജീവിത വീക്ഷണവുമാണ്. ഇന്നും നമ്മുടെ ഇടയിലുള്ളതും നമുക്കും പറ്റാവുന്ന വലിയ അപകടമാണ്. നമ്മുടെ ഇടയിൽ തന്നെ ഈ അപകടം ഇപ്പോഴും നിലനിൽക്കുന്നു എന്നുള്ളതാണ് വാസ്തവം. അപ്പോൾ ഇതിനോട് ചേർത്ത് ഇപ്പൊ പൗലോസ് ഈ വാക്ക് ഒരുപക്ഷെ പരീശന്മാരെ കുറിച്ച് പരീശത്വം എന്ന ആ പ്രസ്താവനയിൽ പൗലോസ് അധികം പറഞ്ഞിട്ടില്ലെങ്കിലും പൗലോസ് ലീഗലിസം എന്നൊരു വാക്ക് അല്ലെങ്കിൽ ലീഗലിസം എന്നുള്ള ആശയം വളരെ ശക്തമായിട്ട് ഉന്നയിക്കുന്നുണ്ട്. നമുക്ക് പരിചയമുള്ളൊരു വാക്കാണല്ലോ ലീഗലിസം എന്ന് പറഞ്ഞാൽ. ലീഗലിസം എന്ന് വെച്ചാൽ നിയമവാദം എന്നൊക്കെ പറയാറുണ്ട്. പക്ഷെ നിയമവാദം എന്നതിനേക്കാൾ ഒരുപക്ഷെ നിയമാശ്രിത ജീവിതം എന്ന് നമുക്കതിനെ വിശേഷിപ്പിക്കാം. നിയമത്തെ ആശ്രയിച്ച് ജീവിക്കുന്ന ആളുകൾ, അല്ലെങ്കിൽ നിയമത്തിന്റെ അനുസരണത്താൽ ദൈവത്തിന്റെ അനുഭാവം ലഭിക്കും എന്ന് ചിന്തിക്കുന്ന ആളുകൾ. എന്റെ അനുസരണമാണ് ദൈവത്തിന്റെ അനുഗ്രഹം, ദൈവം എന്നെ അനുഗ്രഹിക്കാനുള്ള കാരണം എന്ന് ചിന്തിക്കുന്ന ആളുകൾ. അതാണ് ഒരുപക്ഷെ നിയമാശ്രിതത്വം എന്നതിലൂടെ അർത്ഥമാക്കുന്നത്. അതാണ് ലീഗലിസം. അപ്പൊ നിയമത്തെ ഞാൻ അനുസരിക്കുന്നു, എന്റെ അനുസരണമാണ് എന്റെ ദൈവത്തിന്റെ പക്കൽ നിന്ന് എനിക്ക് നന്മകൾ, അനുഗ്രഹം ലഭിക്കാനുള്ളതിന്റെ ആധാരം എന്ന് ചിന്തിക്കുന്ന ആ ചിന്ത പരീശത്വവുമായിട്ട് വളരെ ചേർന്ന് പോകുന്ന ചിന്തയാണ്. സ്പർജൻ അതിനെക്കുറിച്ച് വളരെ രസകരമായിട്ടുള്ള പ്രസ്താവന പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞത് നമ്മളെല്ലാം ലീഗലിസ്റ്റുകളാണ്. നമ്മളെല്ലാവരും, ഏത് മനുഷ്യനും ജനിക്കുമ്പോൾ അവൻ നിയമാശ്രിത ചിന്തയുള്ള മനുഷ്യനാണ്. എന്ന് വെച്ചാൽ ഞാൻ നന്മ ചെയ്യുന്നു, എന്റെ അധ്വാനം, എന്റെ ശ്രമങ്ങൾ, എന്റെ നല്ല ജീവിതം, ഇതാണ് ദൈവത്തിന്റെ അനുഗ്രഹത്തിന്റെ ആധാരം, ദൈവത്തിന്റെ നന്മയുടെ ആധാരം എന്ന് ചിന്തിക്കുന്ന മനുഷ്യരാണ് നമ്മളെല്ലാവരും. എന്താണ്, ഒരു വ്യത്യാസവുമില്ല. ഏത് മതമായിക്കോട്ടെ, ഏത് പാരമ്പര്യമായിക്കോട്ടെ, നമ്മളെല്ലാം അങ്ങനെയാണ് എന്നാണ് സ്പർജൻ അതിനെ കുറിച്ച് പറഞ്ഞത്. എന്നാൽ എപ്പോഴാണ് ഒരുത്തൻ പരീശനാവണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുറച്ചും കൂടെ കഴിഞ്ഞ് ദൈവവചനമൊക്കെ പഠിച്ച് വചനത്തിൽ നിന്നുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി കഴിയുമ്പോൾ അവൻ പരീശനായി മാറുന്നു എന്നാണ്. അപ്പോ ജനിക്കുമ്പോൾ ലീഗലിസ്റ്റുകളും പഠിച്ചു കഴിയുമ്പോൾ പരീശനുമായി മാറുന്നു. അതാണ് സ്പർജന്റെ ഒരു കണ്ടുപിടുത്തം. രസകരമായിട്ടുള്ള ഒരു കണ്ടുപിടുത്തമാണ്. അപ്പോൾ ദൈവവചനത്തിൽ നിന്ന് കൃത്യമായിട്ട് പറയാൻ സാധിക്കുന്ന ഒരു നിയമാശ്രിതവാദിയാണ് പരീശൻ എന്ന് നമുക്ക് ഒരു വിഷയം പറയാം. അതാണ് അതിന്റെ ഒരു വ്യത്യാസം എന്ന് പറയുന്നത്. അപ്പോ ഇത് നമ്മളെല്ലാം പരീശന്മാരായിട്ട് ജനിക്കുന്നു, ദൈവത്തിന്റെ അനുഗ്രഹത്തിന്റെ കാരണം നമ്മുടെ അനുസരണമാണെന്ന രീതിയിൽ നമ്മൾ ചിന്തിക്കുന്നു. എന്നാൽ കുറച്ച് കഴിഞ്ഞ് നമ്മൾ ബൈബിളിലെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുകയും പഠിക്കുകയും തിയോളജി പഠിക്കുകയും മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യുകയും ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ദൈവവചനം ഉദ്ധരിക്കാൻ സാധിക്കുന്നു, ദൈവവചനത്തിലെ കാര്യങ്ങളെ കുറിച്ച് പറയാൻ സാധിക്കുന്നു, പഠിപ്പിക്കാൻ സാധിക്കുന്നു. അതൊക്കെ കഴിയുമ്പോൾ നമുക്കും ഈ അപകടം പറ്റും. എന്ന് വെച്ചാൽ നിയമത്തിന്റെ അനുസരണത്താൽ ദൈവാനുഗ്രഹം ലഭിക്കും എന്നുള്ള നിയമാശ്രിതവാദത്തിൽ തുടങ്ങി ഒരു ഹാർഡ് കോർ പരീശനായിട്ട് മാറാനായിട്ടുള്ള സാധ്യത നമുക്കെല്ലാം ഉണ്ട് എന്നുള്ള കാര്യം നമ്മൾ മറക്കരുത്. അതാണ് പരീശന്മാരെ കുറിച്ച് പഠിക്കുന്നതിന്റെ കാരണം, പരീശന്മാരെ കുറിച്ച് പഠിക്കേണ്ടതിന്റെ ആവശ്യകതയുടെ കാരണവും അത് തന്നെയാണ്.
അപ്പൊ ഇതിന് പല രസകരമായിട്ടുള്ള കാര്യങ്ങളുണ്ട്. ഒരു ഒരു കൂട്ടം ആളുകൾ, ഒരു സഭക്കാർ മറ്റുള്ള സഭക്കാരെ കുറിച്ച് അവർ പരീശന്മാരാണെന്ന് പറയും. ഒരു വിശ്വാസി മറ്റൊരു വിശ്വാസിയെ കുറിച്ച് പരീശൻ എന്ന് പറയും. അല്ലെങ്കിൽ ഒരു കുടുംബക്കാര് മറ്റേ കുടുംബക്കാരെ കുറിച്ച് അവർ ഭയങ്കര പരീക്ഷ സ്വഭാവമുള്ള ആളുകളെന്നൊക്കെ പറയും. ഇങ്ങനെയാണ് നമ്മൾ മറ്റുള്ളവരെ കുറിച്ചാണ് എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അതിനെക്കുറിച്ച് തമാശയുണ്ട്. ഈ യൂറോപ്പിലുള്ള സഭയിലെ വിശ്വാസികൾക്ക് അമേരിക്കയിലുള്ള സഭയിലെ ആളുകളെ കുറിച്ച് വലിയ വിമർശനമാണ്. അത് തിരിച്ചുകൊണ്ട്, കാരണം രണ്ട് ജീവിത രീതികളാണ്, രണ്ട് ശൈലികളാണ്. അപ്പോൾ അവരുടെ ചില ശൈലികൾ ഇവർക്ക് ഇഷ്ടമല്ല, ഇവരുടെ ചില ശൈലികൾ അവർക്കും ഇഷ്ടമല്ല. അപ്പോ അമേരിക്കയിലുള്ള സഭകളിൽ കുറിച്ച് യൂറോപ്പിലുള്ള ആളുകൾക്ക് ഭയങ്കര വിമർശനമാണ്. പ്രത്യേകിച്ച് സ്ത്രീകളൊന്നും മാന്യമായ വസ്ത്രങ്ങൾ ധരിച്ചല്ല സഭായോഗത്തിന് വരുന്നത് എന്നൊക്കെ പറഞ്ഞ് യൂറോപ്പിലെ സഭകൾ. കാരണം യൂറോപ്യൻ രീതിയിൽ പല സഭകളും അങ്ങനെ വളരെ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഡ്രസ്സൊക്കെ ഇട്ട് വരണമെന്ന് നിർബന്ധിക്കുന്ന ആളുകളുണ്ട്. സഭായോഗത്തിന് പോകുമ്പോൾ പുരുഷന്മാർ അങ്ങനെ 3-piece സ്യൂട്ടൊക്കെ ഇട്ട് വരണം എന്ന് പറയുന്നവരും, സ്ത്രീകളാണെങ്കിലും വളരെ കൃത്യമായിട്ടുള്ള വേഷം ധരിക്കണം എന്നൊക്കെ നിർബന്ധിക്കുന്ന സഭകളുണ്ട്. എന്നാൽ അമേരിക്കയിലെ സഭകൾക്ക് അങ്ങനെ വലിയ നിർബന്ധമൊന്നുമില്ല. അപ്പോ അതിനെക്കുറിച്ച് ഒരാൾ എഴുതിയത് ഇങ്ങനെയാണ്: യൂറോപ്പിലെ വിശ്വാസികൾ, ഒരു സഭയിലെ വിശ്വാസികൾ അങ്ങനെ അമേരിക്കയിലെ സഭയിലെ വിശ്വാസികളുടെ വസ്ത്രധാരണം ഓർത്ത് അവരങ്ങനെ സങ്കടപ്പെട്ട് കരയുകയാണ്. അതിൽ മുതിർന്ന ചില ആളുകൾ അങ്ങനെ കരഞ്ഞ് കരഞ്ഞ് അവരുടെ ചുണ്ടിലെ സിഗരറ്റ് കിട്ടുപോയി. അപ്പോ അതാണ് അവരുടെ രണ്ട് കൂട്ടരും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത്. അപ്പോ നമ്മൾ പലപ്പോഴും മറ്റുള്ളവരെ കുറിച്ച് ചിന്തിക്കുകയും അവർ പരീക്ഷന്മാരാണെന്ന് കരുതുകയും അവരുടെ രീതികളൊക്കെ പരീക്ഷണത്തിന്റെ ഭാഗമാണെന്നൊക്കെ പറയുകയൊക്കെ ചെയ്യുമ്പോൾ നമ്മുടെ പ്രശ്നം നമ്മൾ മനസ്സിലാക്കാതെയാണ് അതിനെക്കുറിച്ച് പറയുന്നത് എന്നുള്ളതാണ്. അപ്പോ നമുക്ക് ഈ പരീക്ഷത്വത്തെ കുറിച്ചും അതിന്റെ പിന്നിലുള്ള ഈ ലീഗലിസം അല്ലെങ്കിൽ നിയമാശ്രിത ചിന്തയെക്കുറിച്ചും ചില കാര്യങ്ങൾ കൂടി ഒന്ന് ചിന്തിക്കാം. അപ്പോ അതിന്റെ ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത്, ദൈവത്തിന്റെ നന്മകളും അനുഗ്രഹങ്ങളും ഒക്കെ എനിക്ക് തരുന്നത് എൻ്റെ അനുസരണത്തിന്റെ അടിസ്ഥാനത്തിലും എൻ്റെ നിയമത്തോടുള്ള വിധേയത്വത്തിന്റെ അടിസ്ഥാനത്തിലും ഒക്കെയാണ് എന്ന് ചിന്തിച്ചു പോകുന്നതാണ് അതിന്റെ ഏറ്റവും വലിയ ആധാരമായിട്ടിരിക്കുന്നത്. അപ്പോ അതിനെക്കുറിച്ച് ഒരു വ്യക്തി എഴുതിയ ഒരു നിർവചനം അത് രസകരമായിട്ട് തോന്നി. അതിങ്ങനെയാണ്: സഹവിശ്വാസികളെ വിധിച്ച് അവർ വേണ്ടത്ര വിശുദ്ധിയുടെ നിലവാരമില്ലാത്തവരാണെന്ന് ഉറപ്പിച്ച് പറയുകയും അതിന് ആധാരമായി ദൈവം ബൈബിളിൽ ഉൾപ്പെടുത്താൻ മറന്നുപോയതും ഇവരൊക്കെ അനുസരിക്കുന്നതുമായ ചില നിലവാരങ്ങൾ, അവർ സ്വന്തമായി കണ്ടെത്തിയ ചില നിയമങ്ങൾ എടുക്കുകയും ചെയ്യുന്ന പ്രത്യേകതയാണ് ഈ ലീഗലിസം അല്ലെങ്കിൽ നിയമാശ്രിതവാദം. അപ്പോൾ അവർക്ക് എപ്പോഴും പറയാറുണ്ട്, ദൈവം ഇതിങ്ങനെയല്ല വെച്ചിരിക്കുന്നത് എന്ന് പറഞ്ഞ് അവർ സ്വന്തമായിട്ട് ചില കാര്യങ്ങൾ കണ്ടുപിടിക്കും. അതിന് ദൈവം മറന്നുപോയതാണ് എന്നുള്ള പോലെയാണ് അവർ പറയുക പലപ്പോഴും. അപ്പോൾ ഇതിന് ഇങ്ങനെ വെച്ചിട്ട് മറ്റുള്ളവരുടെ വിശുദ്ധിയുടെ നിലവാരത്തെ അളക്കുന്ന ഒരു കാഴ്ചപ്പാടാണ്. അപ്പൊ ഇതൊരു വളരെ അപകടകരമായിട്ടുള്ള സ്ഥിതിയാണ്. നമ്മൾ ചിന്തിച്ചില്ലെങ്കിൽ നമുക്കൊക്കെ ചെന്ന് വീഴാൻ പറ്റുന്ന വലിയൊരു ചതിക്കുഴിയുമാണ് ഇത്. അപ്പൊ വാസ്തവത്തിൽ എന്താണ് ഇവിടെ സംഭവിക്കുന്നത് എന്ന് നമുക്കൊന്ന് നോക്കാം. ഈ കർത്താവിന്റെ കാലഘട്ടത്തിൽ പരീശന്മാർക്ക് സംഭവിച്ചത്, നേരത്തെ ഫിലിപ്പിയാൻസി പറഞ്ഞതുപോലെ, കർത്താവ് കണ്ടുമുട്ടിയത്, കർത്താവ് ഭൂതങ്ങളെ കണ്ടുമുട്ടി, അതിനെ കർത്താവ് പുറത്താക്കാൻ സാധിക്കുമായിരുന്നു. കർത്താവ് ജന്മവൈകല്യമുള്ളവരെ കണ്ടുമുട്ടി, അവരെ സൗഖ്യമാക്കാൻ പറ്റി. മരിച്ച മനുഷ്യരെ കർത്താവ് ജീവനിലേക്ക് കൊണ്ടുവന്നു. എന്നാൽ മാറ്റാൻ പറ്റാത്ത ഹൃദയങ്ങളും പരിവർത്തനം വരുത്താൻ പറ്റാത്ത ജീവിത ചിന്താഗതികളുമുള്ള മനുഷ്യരെയാണ് കർത്താവ് കണ്ടുമുട്ടിയത്. അപ്പൊ അവിടെ എന്താണ് സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ, കർത്താവ് പറയുന്നുണ്ടല്ലോ, രോഗികൾക്കാണ് വൈദ്യനെ കൊണ്ട് ആവശ്യം, അല്ലാതെ സൗഖ്യമുള്ളവർക്കല്ല. കർത്താവ് പരീശന്മാരെ ഉദ്ദേശിച്ച് പറഞ്ഞതാണത്. അപ്പൊ അതിന്റെ അർത്ഥം എന്താ? പരീശന്മാർക്ക് രക്ഷ ആവശ്യമില്ലെന്നാണോ? അങ്ങനെയല്ല. പരീശന്മാർക്ക് രക്ഷ ആവശ്യമുണ്ട്, എന്നാൽ രോഗമുണ്ട് എന്ന് അവർ തിരിച്ചറിയുന്നില്ല എന്നുള്ളതാണ് അവരുടെ പ്രശ്നം. ഞങ്ങൾക്ക് ഈ രക്ഷകനെ കൊണ്ട് ആവശ്യമുണ്ട്, ഞങ്ങൾക്കും രോഗമുണ്ട് എന്ന് തിരിച്ചറിയാനായിട്ട് അവർക്ക് പരാജയപ്പെട്ടു പോയി. അവരെപ്പോഴും മറ്റുള്ളവരുടെ രോഗം കാണുകയും അവർക്കാണ് ആവശ്യമുള്ളതെന്നും ഞങ്ങൾക്ക് ആവശ്യമില്ലെന്ന് അവർ ചിന്തിക്കുകയായിരുന്നു. അതുകൊണ്ടാണ് കർത്താവിനെ അവർക്ക് ഉൾക്കൊള്ളാൻ പറ്റാത്തത്. അപ്പോൾ കർത്താവ് എന്താണോ ഓഫർ ചെയ്തത്, കർത്താവ് രക്ഷ ഓഫർ ചെയ്തു. ആ രക്ഷ ഓഫർ ചെയ്തപ്പോൾ അവർക്ക് സ്വീകരിക്കാൻ പറ്റിയില്ല. കാരണം കർത്താവ് ഓഫർ ചെയ്തതിനെ സ്വീകരിക്കാനായിട്ടുള്ള മനസ്സ് അവർക്കില്ലായിരുന്നു. അതിനു വേണ്ടി അവർക്ക് ആവശ്യമുണ്ട് എന്നവർ ചിന്തിച്ചു പോലുമില്ല. കർത്താവ് വാഗ്ദാനം ചെയ്തത് അവർക്ക് ആവശ്യമില്ലാത്തൊരു കാര്യമായിരുന്നു. കാരണം അവർക്ക് പ്രശ്നമല്ലല്ലോ.
അപ്പോൾ സ്വന്തം പ്രശ്നങ്ങൾ കാണാതെ പോവുകയും അപരന്റെ പ്രശ്നങ്ങൾ കാണുകയും ചെയ്യുന്ന, അതിൽ അവരെ വിധിക്കുകയും ചെയ്യുന്ന, അതിനുവേണ്ടി ദൈവവചനത്തെ ആധാരമാക്കുകയും ചെയ്യുന്ന, ദൈവം ചില കാര്യങ്ങൾ പറഞ്ഞതും പറയാത്തതും ഒക്കെ ചേർത്ത് വെച്ച് നിയമങ്ങൾ ഉണ്ടാക്കിയൊക്കെ ചെയ്യുന്ന ആ ജീവിത വീക്ഷണത്തെയും മനോഭാവത്തെയും ഒക്കെയാണ് നമ്മൾ പരീശത്വം എന്നതുകൊണ്ട് വിശേഷിപ്പിക്കുന്നത്. നിയമാശ്രിതത്വം ആണ് അതിന്റെ ആധാരമായിട്ട് കാണാനായിട്ടും സാധിക്കുന്നത്. അപ്പോ ഈ ആളുകൾക്ക് യേശുക്രിസ്തു ഇനി മറ്റൊരു രൂപത്തിൽ വന്നിരുന്നെങ്കിലും, യേശുക്രിസ്തു ജീവിച്ചത് മറ്റൊരു സ്ഥലത്തായിരുന്നെങ്കിലും, ഇനിയിപ്പോ അവിടുത്തെ കൊട്ടാരത്തിൽ ജനിച്ചെങ്കിലും, ഒരു രാജാവായിട്ട് വന്നിരുന്നെങ്കിലും ഒന്നും അവർക്ക് സ്വീകരിക്കാൻ പറ്റില്ലായിരുന്നു. കാരണം എന്താണോ കർത്താവ് ഓഫർ ചെയ്തത്, ആ ഓഫർ ചെയ്തതിന് സ്വീകരിക്കാനായിട്ട് അവർക്ക് ആവശ്യമില്ല. അവർക്ക് വേണ്ടാത്തൊരു കാര്യമാണ് കർത്താവ് ഓഫർ ചെയ്യുന്നത്. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, രോഗികൾക്ക് ആണ് ഡോക്ടറെ കൊണ്ട് ആവശ്യം, അല്ലാതെ രോഗമില്ലാത്തവർക്കല്ലല്ലോ എന്ന് പറഞ്ഞു. അപ്പൊ രോഗമുണ്ടെന്ന് ചിന്തിക്കാത്ത ഒരാളെ ചികിത്സിക്കാൻ ആർക്കും സാധിക്കുകയില്ല. കാരണം ചികിത്സ സ്വീകരിക്കാനായിട്ടോ അവർക്ക് മനസ്സിലല്ലോ. മരുന്നുകൾ സ്വീകരിക്കാനായിട്ടോ ചികിത്സക്ക് വിധേയപ്പെടാനായിട്ടോ മനസ്സില്ലാത്ത ആളുകളായിട്ട് അവർ തീരുകയാണ്. അത് വലിയ അപകടകരമായിട്ടുള്ള ഒരു സ്ഥിതിയാണ് എന്നുള്ള കാര്യം നമുക്ക് കാണാം. അപ്പോ നമുക്ക് ഇതിനെക്കുറിച്ച് ചില കാര്യങ്ങൾ, 2-3 കാര്യങ്ങൾ ഈ നിയമാശ്രിതത്തിന്റെ പ്രത്യേകതകളായിട്ട് നമുക്ക് പെട്ടെന്ന് പറയാം. സ്വന്തം പ്രവൃത്തികളാൽ നീതീകരണം തേടുന്ന മനസ്സാണ് പരീശത്വം അല്ലെങ്കിൽ നിയമാശ്രിതവാദം എന്ന് പറയാം. സ്വന്തം പ്രവൃത്തികളാൽ നീതീകരണം തേടുന്ന മനസ്സാണ്. അതേപോലെ വിശുദ്ധീകരണത്തിന്റെ ആധാരവും സ്വന്തം അനുസരണവും പ്രവൃത്തിയുമാണ് എന്ന് ചിന്തിക്കുന്ന ചിന്താഗതിയും പരീശത്വവും നിയമാശ്രിതത്വവുമാണ്. അറ്റംപ്റ്റിംഗ് ടു ബി സാങ്ക്ടിഫൈഡ് ബൈ അവർ ഓൺ വർക്ക്, അറ്റംപ്റ്റിംഗ് ടു ബി ജസ്റ്റിഫൈഡ് ബൈ അവർ ഓൺ വർക്ക്, അത് രണ്ടും നിയമാശ്രിതത്തിന്റെ ഭാവങ്ങൾ തന്നെയാണ്. അതുപോലെ തന്നെ മറ്റൊരു കാര്യം കൂടി നമുക്ക് പറയാൻ പറ്റും. നമ്മുടെ ഒരുവന്റെ വിലയും നിലയും മതിപ്പും തൃപ്തിയും എല്ലാം നമ്മുടെ പ്രവൃത്തിയെ ആശ്രയിച്ചാണ് എന്ന് ചിന്തിക്കുന്ന ചിന്താഗതിയും ഇതിന്റെ ഭാഗമാണ്. അതും നിയമാശ്രിതത്തിന്റെ ഭാഗം തന്നെയാണ്. എന്ന് വെച്ചാൽ എന്റെ വില എന്ത്, എന്റെ നിലയെന്ത്, എന്റെ തൃപ്തി എന്ത്, ഞാൻ എന്താണ് ആസ്വദിക്കുന്നത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ എന്റെ അനുസരണത്തോട് എന്റെ പ്രവൃത്തികളോടും ചേർന്ന് നിൽക്കുന്നതാണ് എന്ന് ചിന്തിക്കുന്ന, അതിന്റെ ആധാരത്തിലാണ് എന്ന് ചിന്തിക്കുന്ന ചിന്താഗതിയും നിയമാശ്രിതത്വം തന്നെയാണ്. അതും പരീശത്വം തന്നെയാണ്. അപ്പോ നമ്മുടെ സെൽഫ് എസ്റ്റീം അല്ലെങ്കിൽ സെൽഫ് വർത്ത് അല്ലെങ്കിൽ എന്റെ വർത്തിനെസ് എന്നൊക്കെ പറയുന്നത്, ഞാൻ എന്റെ മതിപ്പ്, എന്നെ കുറിച്ചുള്ള എന്റെ മതിപ്പൊക്കെ എന്റെ അനുസരണവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുകയാണ്. അപ്പൊ ഞാൻ അനുസരിച്ചു കഴിഞ്ഞാൽ ഞാൻ നല്ലവനാണെന്ന് എനിക്ക് സ്വയം ചിന്തിക്കാൻ സാധിക്കും. എനിക്ക് അനുസരണക്കേട് വിട്ടു കഴിഞ്ഞാൽ എനിക്ക് അയ്യോ കഷ്ടം എന്ന് ഞാൻ ചിന്തിക്കുന്നു. അങ്ങനെയാണ് അവരതിനെ റിലേറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നത്. അപ്പോ ഇതാണ് ഇതിനെ ഒരു കാച്ചിക്കുറുക്കി നമുക്ക് പറഞ്ഞാല് ഇതാണ് ഇതിന്റെ പിന്നിലുള്ള കാരണം എന്ന് നമുക്ക് ചിന്തിക്കാം. അപ്പോ ഈ ഒരു ചിന്ത മനസ്സിൽ വെച്ചുകൊണ്ട് നമ്മൾ നിയമാശ്രിതത്വത്തെയും അതുപോലെ പരീശത്വത്തെയും സമീപിക്കുമ്പോൾ ജോൺ പൈപ്പർ പറഞ്ഞ ഒരു പ്രസ്താവന, അത് വളരെ ശ്രദ്ധേയമായിട്ടുള്ള പ്രസ്താവനയാണ്. അദ്ദേഹം അതിനെക്കുറിച്ച് പറഞ്ഞത്, ലീഗലിസം ഫ്ലോസ് ഫ്രം എ ഫെയിലിയർ ടു ബി ഹംബിൾഡ് ആൻഡ് ബ്രോക്കൺ ആൻഡ് അമേസ്ഡ് ആൻഡ് സാറ്റിസ്ഫൈഡ് ബൈ ദ ഗ്രേസ് ഓഫ് ഗോഡ് ഇൻ ക്രൈസ്റ്റ്. അപ്പോ കൃപയുടെ മുമ്പിൽ ആശ്ചര്യപരിതരായി നിൽക്കാനായിട്ട് പരാജയപ്പെടുന്ന ഒരുവന്റെ പ്രത്യേകതയാണ് നിയമാശ്രിതത്വം. ദൈവകൃപയുടെ മുമ്പിൽ തന്നെത്താൻ താഴ്ത്താനായിട്ടും തന്റെ കുറവുകളെ മനസ്സിലാക്കി അതിന് മുമ്പിൽ വിനയപ്പെടാനായിട്ടും ദൈവകൃപ എത്ര ആശ്ചര്യമേറിയ ഒന്നാണെന്നും എന്നെ ശക്തിപ്പെടുത്തുന്നതും എന്നെ ഉയർത്തുന്നതും എന്നെ സഹായിക്കുന്നതും എന്നെ വിശുദ്ധനാക്കി ജീവിക്കാൻ ശക്തീകരിക്കുന്നതും ഒക്കെ എന്നെ നീതീകരിക്കുന്നതും ദൈവകൃപ മാത്രമാണെന്ന് തിരിച്ചറിയാൻ ഒരു വ്യക്തി പരാജയപ്പെടുമ്പോൾ അതാണ് നിയമാശ്രിതത്തിലേക്ക് നയിക്കുന്നത്. അതാണ് നിയമാശ്രിതത്തിന്റെ പിന്നിലുള്ള ചിന്താഗതി. അതാണ് പരീക്ഷ മനോഭാവവും എന്ന് നമുക്ക് ചിന്തിക്കാം. അപ്പോ വാസ്തവത്തിൽ ഈ നിയമത്തെയും ദൈവവചനത്തിലെ നിയമങ്ങളെയും കൽപ്പനകളെയും അനുസരിക്കേണ്ട എന്നൊരു ചിന്ത അതിനൊപ്പം വരുമോ? അങ്ങനെയാണ് പലരും അതിനെക്കുറിച്ച് ചിന്തിക്കുന്നത്. എന്ന് വെച്ചാൽ നിയമാശ്രിതത്വത്തെ കുറിച്ച് പറയുമ്പോൾ അല്ലെങ്കിൽ ലീഗലിസം എന്ന വാക്ക് ഉപയോഗിക്കുമ്പോൾ ലീഗലിസം വിട്ട് മാറണമെന്ന് ചിന്തിക്കുമ്പോൾ എന്നാൽ പിന്നെ എങ്ങനെയും ജീവിക്കാമല്ലോ,
ഒരു അച്ചടക്കവും വേണ്ടല്ലോ, ഒരു അനുസരണവും വേണ്ടല്ലോ എന്ന് പറഞ്ഞ് അതിനെതിരെ നിൽക്കുന്ന ആളുകൾ പലപ്പോഴും പറയാറുണ്ട്. എന്ന് വെച്ചാൽ അപ്പോ ബൈബിൾ വായിക്കേണ്ടതാണോ അതിനർത്ഥം? പ്രാർത്ഥിക്കേണ്ട എന്നാണ് അർത്ഥം? സഭായോഗത്തിന് പോയില്ലെങ്കിലും കുഴപ്പമില്ലല്ലോ, കൃപയിൽ അങ്ങ് ഇരുന്നാൽ മതിയല്ലോ എന്ന് ചിന്തിക്കുന്ന, ഒരു ഹൈപ്പർ ഗ്രേസ് അല്ലേ പറയുന്നത് എന്നൊക്കെ ചിന്തിക്കുന്ന, വിമർശിക്കുന്ന ആളുകളുണ്ട്. ആ ചിന്തയും ഒരു തീർച്ചയായിട്ടും പരിഗണിക്കേണ്ട ഒരു ചിന്തയാണ്. വാസ്തവത്തിൽ നമ്മൾ അത് മനസ്സിലാക്കുന്നതിൽ ഒരു തെറ്റിദ്ധാരണ പറ്റിയത് കൊണ്ടാണ്. കൃപ എന്ന് വെച്ചാൽ എന്തും ചെയ്യാനായിട്ടുള്ള ലൈസൻസ് അല്ല എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. കൃപ എന്ന് വെച്ചാൽ അലസതയ്ക്കുള്ള ഒരു അനുമതിയാണ് എന്ന് ചിന്തിക്കുന്നത് തെറ്റാണ്. ബൈബിളിൽ അങ്ങനെ എവിടെയും പറഞ്ഞിട്ടില്ല. വാസ്തവത്തിൽ കൃപ തിരിച്ചാണ് എന്നുള്ളതാണ് വാസ്തവം. കൃപ മനസ്സിലാവാത്തത് കൊണ്ടാണ് കൃപ എന്ന് പറയുമ്പോൾ അത് എന്തും ചെയ്യാൻ സാധിക്കുമെന്നല്ലോ, അല്ലെങ്കിൽ എങ്ങനെ ലൂസായിട്ട് ജീവിക്കാനുള്ള അനുമതിയല്ലേ, അനുസരണത്തിന് പ്രസക്തിയില്ലല്ലോ എന്നൊക്കെ പറയുന്നത്. വാസ്തവത്തിൽ കൃപ അനുസരണത്തിനുള്ള ഏറ്റവും വലിയ പ്രചോദനമായിട്ട് നിൽക്കുന്നു, ഏറ്റവും വലിയ പ്രോത്സാഹനവും ഉത്തേജനവുമായിട്ട് നിൽക്കുന്നു എന്നുള്ളതാണ് വാസ്തവം. അത് നമ്മൾ തിരിച്ചറിയണം. നമ്മൾ പഴയ നിയമത്തിൽ വായിക്കുമ്പോൾ, പ്രത്യേകിച്ച് സങ്കീർത്തനത്തിൽ വായിക്കുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് കാണുന്ന ഒരു പ്രസ്താവനയാണ് ദൈവത്തിന്റെ വചനത്തിൽ ആനന്ദിക്കുക എന്നുള്ള പ്രസ്താവന. ഡിലൈറ്റ് ഇൻ ദ വേർഡ് ഓഫ് ഗോഡ്. അങ്ങനെ ഒരു പ്രസ്താവന കാണാം. ദൈവത്തിന്റെ വചനത്തിൽ, ദൈവത്തിന്റെ ന്യായപ്രമാണത്തിൽ ആനന്ദിക്കുകയും സന്തോഷിക്കുകയും ചെയ്യുക എന്നൊരു പ്രസ്താവന നമുക്ക് കാണാം. അപ്പൊ എങ്ങനെയാണ് നമുക്ക് നിയമത്തെക്കുറിച്ച്, ദൈവത്തിന്റെ നിയമത്തെക്കുറിച്ച് ആനന്ദിക്കാൻ സാധിക്കുക? ദൈവവചനത്തിൽ അങ്ങനെ ആസ്വദിക്കാനും സന്തോഷിക്കാനും സാധിക്കുക? ദൈവത്തിന്റെ ന്യായപ്രമാണം, ആ ന്യായപ്രമാണത്തിൽ ആനന്ദിക്കാനായിട്ട് സങ്കീർത്തനത്തിലും അതേപോലെ പഴയ നിയമത്തിന്റെ മറ്റു ഭാഗങ്ങളിലൊക്കെ പറഞ്ഞിട്ടുള്ള പ്രസ്താവനകൾ നമുക്ക് കാണാം. നമുക്ക് നമ്മുടെ ഭാരതീയ നിയമ സംഹിതയുണ്ടല്ലോ, പണ്ട് IPC ആയിരുന്നു, ഇന്ത്യൻ പീനൽ കോഡ്. ഇപ്പൊ അത് മാറ്റിയിട്ട് നമ്മൾ BNS എന്നാക്കി, ഭാരതീയ ന്യായ സംഹിത എന്നാക്കി പുതുതായിട്ട്. വർഷങ്ങൾ കഴിഞ്ഞിട്ട്, കുറെ നൂറ്റാണ്ടുകൾ കഴിഞ്ഞിട്ട് നമുക്ക് മാറ്റാൻ പറ്റിയത്. അപ്പോ ഈ ന്യായ സംഹിതയുണ്ട്. അപ്പൊ ഇത് വായിച്ചിട്ട് ഇതിൽ ഞാൻ പുളകം കൊള്ളുന്നു, ഞാൻ ആനന്ദിക്കുന്നു, എനിക്ക് വളരെ സന്തോഷമായി തീർന്നു എന്ന് ആരെങ്കിലും പറയുമോ? അങ്ങനെ പറയാൻ സാധ്യതയില്ലല്ലോ. കാരണം ഈ നിയമങ്ങളൊക്കെ കാണുമ്പോൾ അത് നമുക്ക് വലിയ സങ്കടമാണ് തോന്നുന്നു. വാസ്തവത്തില് ആനന്ദിക്കാനായിട്ട് തോന്നുന്ന ഒരു കാര്യമല്ല അങ്ങനെ നിയമങ്ങൾ. എന്നാൽ പഴയ നിയമത്തില്, പ്രത്യേക സങ്കീർത്തനത്തിലൊക്കെ ദൈവത്തിന്റെ ന്യായപ്രമാണത്തിൽ ആനന്ദിക്കുവിൻ, സന്തോഷിക്കുവിൻ, ആഹ്ലാദിക്കുവിൻ എന്നൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നമുക്ക് മനസ്സിലാവാതെ പോകുന്ന ഒരു കാര്യം അവിടെ ഉണ്ട്. കൃപ വാസ്തവത്തിൽ നമ്മളെ സഹായിക്കുന്നത് ഈ ആനന്ദത്തിനാണ്. ദൈവത്തിന്റെ ന്യായപ്രമാണത്തിൽ ആനന്ദിക്കാനായിട്ട് അനുസരണത്തിന്റെ മാർഗം മാത്രം തേടുന്ന ഒരു മനുഷ്യന് സാധിക്കുകയില്ല. കാരണം അവൻ ഒരിക്കലും അനുസരിച്ച് പൂർണ്ണതയിലേക്ക് എത്തുകയില്ല. അതേസമയം ദൈവകൃപയെ മനസ്സിലാക്കുമ്പോൾ, ദൈവം സൗജന്യമായിട്ട് ഔദാര്യമായിട്ട് നമുക്ക് നൽകുന്ന നന്മയെക്കുറിച്ചും ദൈവത്തിന്റെ എനേബിൾമെന്റിനെ കുറിച്ചും മനസ്സിലാക്കുമ്പോൾ, യേശുക്രിസ്തുവിലൂടെ ദൈവം നൽകുന്ന ഉദാത്തമായ ദൈവകൃപയെക്കുറിച്ച് നമ്മൾ തിരിച്ചറിയുമ്പോൾ, ആ തിരിച്ചറിവിലൂടെയാണ് ദൈവത്തിന്റെ ന്യായപ്രമാണത്തിൽ ആനന്ദിക്കാനും ആഹ്ലാദിക്കാനും നമുക്ക് സാധിക്കുക. അതാണ് ഈ പറഞ്ഞ കാര്യത്തിലേക്ക് നമ്മൾ നയിക്കുന്നത്. അപ്പോൾ നമ്മള് തിരിച്ചാണ് പലപ്പോഴും ചിന്തിക്കുന്നത്. അനുസരണം ഇല്ലാതെ ജീവിക്കാനായിട്ടുള്ള ഒരു മുഖംമൂടിയായിട്ട് കൃപയെ കൂട്ടുവിളിക്കുന്നു എന്ന് പറഞ്ഞാൽ നേരെ തിരിച്ചാണ്. ദൈവവചനത്തിന്റെ പ്രമാണങ്ങളെ ഹൃദയത്തിലേക്ക് ചേർക്കാനും അതിൽ ആഹ്ലാദത്തോടെയും ആനന്ദത്തോടെയും അതിൽ അഭിരമിക്കാനും അതിനെ ഹൃദയപൂർവ്വം അനുസരിക്കാനും അതിൽ സന്തോഷിക്കാനും ഒക്കെ സാധിക്കുന്നത് ദൈവകൃപ കൊണ്ട് മാത്രമാണ്. മറ്റൊന്നും കൊണ്ട് നമുക്ക് സാധിക്കില്ല. കാരണം നമ്മുടെ അനുസരണമൊക്കെ വളരെ വളരെ പരിമിതമായിട്ടും ബലഹീനമായിട്ടും നിൽക്കുന്നു എന്നുള്ള കാര്യം നമ്മൾ ഓർക്കണം. ദൈവത്തിന്റെ വചനത്തിനോ ദൈവത്തിന്റെ ധാർമ്മിക നിയമങ്ങൾക്കോ ഒരു വ്യത്യാസവും വന്നിട്ടില്ല എന്നുള്ള കാര്യം നമുക്കറിയാമല്ലോ. അത് പഴയ നിയമത്തിലായാലും 10 കൽപ്പനയിലൂടെ ദൈവം നമ്മുടെ മുമ്പിലേക്ക് വെച്ച് തരുന്ന ആ ധാർമ്മിക നിയമങ്ങൾക്ക് ഒരു വ്യത്യാസവും വന്നിട്ടില്ല. അതിപ്പോഴും അങ്ങനെ തന്നെയാണ് എന്ന് നമുക്കറിയാം. കാരണം എന്ന് വെച്ചാൽ ഈ നിയമങ്ങളും കൽപ്പനകളും എല്ലാം വന്നത് ദൈവത്തിന്റെ സ്വഭാവത്തിന്റെ പ്രതിഫലനമായിട്ടാണ്. ദൈവത്തിന്റെ സ്വഭാവത്തെയും ദൈവത്തിന്റെ സവിശേഷതയെയും മനുഷ്യരുടെ പരസ്പര ബന്ധത്തിലും ദൈവവുമായിട്ടുള്ള ബന്ധത്തിലും പ്രതിഫലിക്കുന്ന രീതിയിലാണ് ദൈവം 10 കൽപ്പന തയ്യാറാക്കി നമ്മുടെ മുമ്പിലേക്ക് അവതരിപ്പിച്ചത്. അതിന്റെ കാരണവും ദൈവം പറയുന്നുണ്ട്. ദൈവമായിരിക്കുന്നതുകൊണ്ടും ദൈവം സൽഗുണപൂർണ്ണനായിരിക്കുന്നതുകൊണ്ടും അതുപോലെ ആവാൻ വേണ്ടിയിട്ടാണ് നമുക്ക് ഈ കൽപ്പനകൾ തന്നിരിക്കുന്നത്. അതുകൊണ്ട് ദൈവത്തിന്റെ ന്യായപ്രമാണത്തിനോ ദൈവത്തിന്റെ ധാർമ്മിക നിയമങ്ങൾക്കോ ഒരു വ്യത്യാസവും കാലത്തിനനുസരിച്ച് വന്നിട്ടില്ല. പക്ഷേ ഒരു വലിയ വ്യത്യാസം വന്നു എവിടെ വെച്ചാൽ ദൈവകൃപയുടെ കാര്യത്തിൽ വന്നു. ദൈവകൃപ വളരെ പ്രകടമായി യേശുക്രിസ്തുവിന്റെ രൂപത്തിൽ നമ്മുടെ മുമ്പിലേക്ക് വന്നു. അതാണ് യോഹന്നാൻ പറഞ്ഞത്,
കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർത്തു. സവിശേഷത. അപ്പോൾ കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർത്തതിലൂടെ നമുക്കിത് മനസ്സിലാക്കാൻ സാധിക്കും. പഴയ നിയമ വിശുദ്ധന്മാർക്ക് അത് മനസ്സിലായിട്ടോ. പഴയ നിയമത്തിലെ എല്ലാ പ്രധാനപ്പെട്ട വിശുദ്ധന്മാരെ കുറിച്ച് നമ്മൾ വായിക്കുമ്പോൾ അവരൊക്കെ ഇത് മനസ്സിലാക്കിയ ആളുകളാണ്. അവരിതിൽ തന്നെയാണ് ചെയ്തത്. ദാവീദിന് മനസ്സിലായി, അബ്രഹാമിന് മനസ്സിലായി, ദാനിയേലിന് മനസ്സിലായി, അതൊക്കെ മനസ്സിലായ ആളുകളാണ്. പക്ഷെ നമുക്ക് ഇന്ന് വളരെ വ്യക്തമായ രീതിയിൽ മനസ്സിലാക്കാൻ സാധിക്കുന്ന രീതിയിൽ യേശുക്രിസ്തു നമ്മുടെ മുമ്പിൽ നിൽക്കുകയാണ് കൃപയുമായിട്ട്. അതോടുകൂടി ന്യായപ്രമാണത്തിന്റെ അനുസരണം എങ്ങനെ സാധ്യമാക്കാം എന്നതിനുള്ള ഏറ്റവും നല്ല ഉദാഹരണം യേശുക്രിസ്തു നൽകുന്ന കൃപയിലൂടെ നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കാനായിട്ട് സാധിക്കുകയാണ്. അതാണ് ഇവിടെ വന്നിരിക്കുന്ന വ്യത്യാസം എന്ന് പറയുന്നത്. അപ്പോ നമ്മളെല്ലാം ജനിക്കുന്നത് നിയമാശ്രിത ചിന്തയുള്ള ആളുകളാണ്. നിയമത്തെ അനുസരിക്കുന്നതിലൂടെ ദൈവം അനുഗ്രഹിക്കും എന്ന് ചിന്തിക്കാനായിട്ട് നമുക്ക് എല്ലാം പ്രവണതയുള്ളത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് എനിക്ക് കുറെ നിയന്ത്രണം ഉണ്ടാക്കാര്യത്തില്ല. എനിക്ക് എന്റെ ജീവിതത്തെ നിയന്ത്രിക്കാൻ സാധിക്കും. മാത്രമല്ല ദൈവത്തിന് മുമ്പിൽ ഒരുപാട് അങ്ങനെ താഴേണ്ട ആവശ്യം അവിടെ ഇല്ല. കാരണം ഞാൻ കുറെ കാര്യങ്ങൾ ചെയ്തിട്ടാണല്ലോ എന്നുള്ളൊരു ചിന്ത. പിന്നെ എന്റെ ഒരു മെരിറ്റ് ദൈവം കാണുന്നു, എന്റെ ഒരു മൂല്യം എന്റെ പ്രവൃത്തിയിലൂടെ വെളിപ്പെടുന്നു എന്നൊക്കെയുള്ള ചിന്തയാണ് നമുക്കെല്ലാം ഉള്ളത്. നമ്മുടെ എല്ലാ കാര്യങ്ങളും ഇങ്ങനെയാണല്ലോ, ഞാൻ ചെയ്തതിന് എനിക്ക് ന്യായമായത് തരണം എന്ന് ചിന്തിക്കാനാണ് നമുക്ക് എപ്പോഴും ആഗ്രഹം. നമ്മൾ ശമ്പളം മേടിക്കാനായിട്ട് ശ്രമിക്കുമ്പോഴൊക്കെ അതാണ് നമ്മൾ ചെയ്യുന്നത്. ഞാൻ ചെയ്ത ജോലിക്കാണ് എന്ന മട്ടിലാണ് നമ്മൾ എപ്പോഴും ചെയ്യുന്നത്. അപ്പൊ ഞാൻ എന്റെ ഉത്തരവാദിത്തങ്ങൾ ചെയ്യുന്നു, എന്റെ കടമകൾ ചെയ്യുന്നു, അതിന് പകരമായിട്ട് എനിക്ക് കാര്യങ്ങൾ കിട്ടണം എന്ന് ചിന്തിക്കാനാണ് നമ്മുടെ സ്വാഭാവികമായിട്ടുള്ള എല്ലാ പ്രവണതയും. അങ്ങനെയാണ് നമ്മൾ സ്വാഭാവികമായിട്ട് ഓപ്പറേറ്റ് ചെയ്യുന്നത്. ആ ഒരു ചിന്തയുടെ പുറത്താണ് മനുഷ്യർ പൊതുവെ ജീവിക്കുന്നത്. എന്നാൽ കൃപയുടെ മുമ്പിലേക്ക് വരുമ്പോൾ അത് തീർത്തും മാറി എനിക്ക് യാതൊരു അർഹതയില്ലെന്നും ഞാൻ വിനയപ്പെടേണ്ടവനാണെന്നും എന്റെ പാപങ്ങളും എന്റെ മനസ്സും എന്റെ ചിന്തകളും എത്രയോ വികലമായി തീർന്നിരിക്കുന്നുവെന്നും കർത്താവെ നീ അല്ലാതെ എനിക്ക് മറ്റൊരു ആശ്രയമില്ല എന്നും കർത്താവിന്റെ മുമ്പിൽ, കർത്താവിന്റെ കൃപയുടെ മുമ്പിൽ ഞാൻ സാഷ്ടാംഗം പ്രണമിക്കുകയും ചെയ്യുന്ന ഒരു അവസ്ഥയെ കുറിച്ചാണ് നമ്മളോട് പറയുന്നത്. അതാണ് നിയമത്തിൽ നിന്നും, നിയമാശ്രിത ചിന്തയിൽ നിന്നും, പരീക്ഷിത മനോഭാവത്തിൽ നിന്നുള്ള മോചനമായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പൊ ഞാനീ പറയുന്നത് ബേസിക്കലി ഞാൻ ആദ്യം പറയേണ്ട ഒരു കാര്യമായിരുന്നു. ഇത് മറ്റാരെയും ജഡ്ജ് ചെയ്യാനോ മറ്റ് ഏതെങ്കിലും സമുദായങ്ങളെയോ സഭകളെയോ കുടുംബങ്ങളെയോ ഒന്നും അങ്ങനെ ജഡ്ജ് ചെയ്യാൻ അല്ലെങ്കിൽ വിധിക്കാൻ വേണ്ടിയുള്ള ഒരു കാര്യമായിട്ടല്ല. നമ്മുടെ സ്വയപരിശോധനയ്ക്ക് പ്രാഥമികമായിട്ട് ഉതകണം എന്നുള്ള ചിന്തയിലാണ് ഈ കാര്യം പറയുന്നത്. അപ്പൊ നമുക്ക് നമ്മളെ കുറിച്ച് ചിന്തിക്കാം. നമുക്ക് ഈ വലിയ അപകടം ഉണ്ട് എന്നും ഒരളവിൽ നമ്മൾ അതിന്റെ ഇരയായിട്ട് തീർന്നിട്ടുണ്ട് എന്നും തിരിച്ചറിയാം. എന്നിട്ട് യേശുക്രിസ്തുവിന്റെ കൃപയിൽ ആശ്രയിച്ച് അതിൽ നിന്ന് മോചനം നേടാം. അപ്പോൾ നമുക്ക് ദൈവത്തിന്റെ ന്യായപ്രമാണത്തിൽ അനുസരിക്കാനായിട്ട് സാധിക്കണമെങ്കിൽ ദൈവകൃപ കൂടിയേ തീരും, ഇല്ലാതെ നമുക്ക് സാധിക്കുകയില്ല. കർത്താവിന്റെ അടുക്കിലേക്ക് വന്ന ഒരു യുവാവിനെ കുറിച്ച് നമ്മൾ സുവിശേഷങ്ങളിൽ വായിക്കുന്നുണ്ട്. റിച്ച് യങ് റൂളർ എന്നാണ് നമ്മൾ അയാളെ വിശേഷിപ്പിക്കുന്നത്. ധനികനായ യുവാവ്, ധനികനായിട്ടുള്ള ഒരു പ്രമാണിയായിട്ടുള്ള അധികാരമുള്ള ഒരു പ്രഭു കുടുംബത്തിൽപ്പെട്ട ഒരു മനുഷ്യൻ എന്നാണ് നമ്മൾ വായിക്കുന്നത്. അപ്പൊ അദ്ദേഹം യേശുവിന്റെ അടുക്കൽ വന്നു. എന്നിട്ട് കർത്താവിനോട് ചോദിച്ചു, സ്വർഗത്തിൽ പോകാനുള്ള വഴി എന്താണ് എന്ന് ചോദിച്ചു, ദൈവരാജ്യത്തിൽ പോകാനുള്ള വഴി എന്താണെന്ന് ചോദിച്ചു. അപ്പോൾ കർത്താവ് പറഞ്ഞു, നോക്കിയിട്ട് കർത്താവ് വളരെ രസകരമായിട്ടുള്ള ഉത്തരം പറഞ്ഞു, നീ നിയമങ്ങളൊക്കെ കൽപ്പനകളൊക്കെ അനുസരിച്ചോളാൻ പറഞ്ഞു. അപ്പൊ ഏതൊക്കെ കൽപ്പനകളാണെന്ന് ചോദിച്ചു. കർത്താവ് ചില 2-3 കൽപ്പനകൾ പറഞ്ഞു. നീ വ്യഭിചാരം ചെയ്യരുത്, മോഷ്ടിക്കരുത്, കള്ളസാക്ഷ്യം പറയരുത് തുടങ്ങിയ ചില കൽപ്പനകളൊക്കെ അദ്ദേഹത്തിന്റെ മുമ്പിലേക്ക് അങ്ങ് ഇട്ടുകൊടുത്തു. അപ്പോൾ അദ്ദേഹം അതിന് പറഞ്ഞ മറുപടി വളരെ ശ്രദ്ധേയമായിട്ടുള്ള മറുപടിയാണ്. അദ്ദേഹം പറഞ്ഞത്, ഇതൊക്കെ ഞാൻ ചെയ്തു വരുന്ന ആളാണ്, ഇനി എനിക്ക് എന്താണ് കുറവ് എന്നാണ് ചോദിച്ചത്. ഇനി എനിക്ക് എന്താണ് കുറവ്, എനിക്ക് മറ്റെന്ത് കുറവാണ് എന്നിൽ ഉണ്ടെന്ന് താങ്കൾക്ക് തോന്നുന്നത് എന്നാണ് കർത്താവിനോട് ചോദിച്ചത്. എന്തൊരു ആർജവമാണ് ആ മനുഷ്യനല്ലേ, അല്ലെങ്കിൽ എന്തൊരു അപാര ധൈര്യമാണ് ആ മനുഷ്യൻ കാണിക്കുന്നത്. കർത്താവിന് മുമ്പിൽ നിന്നുകൊണ്ട് എനിക്കെന്താണ് കുറവ് എന്ന് ചോദിക്കുന്ന ഒരു മനുഷ്യൻ. അതാണ് ടിപ്പിക്കൽ പരീശത്വം എന്ന് പറയുന്നത്. അവിടെയാണ് ഒരു മനുഷ്യൻ നിയമത്തിൽ ആശ്രയിച്ച് ദൈവത്തിന്റെ മുമ്പിൽ അംഗീകാരം തേടുന്ന മനുഷ്യന്റെ നല്ല ചിത്രം നമുക്കവിടെ കാണാം. ഞാനിതൊക്കെ ചെയ്തു പോകുന്നു എന്ന് അദ്ദേഹം ചിന്തിക്കുന്നു. അതുകൊണ്ട് എനിക്ക് എന്താണ് കുറവെന്ന് ചോദിച്ചു. അപ്പോൾ കർത്താവ് താഴേക്ക് പറഞ്ഞു, നീ ചെയ്യേണ്ട ഒരു കാര്യം, നിന്റെ മുഴുവൻ സ്വത്തും വിറ്റ് ദരിദ്രർക്ക് കൊടുത്തിട്ട് എന്നെ അനുഗമിക്കാൻ പറഞ്ഞു. അപ്പൊ നമ്മൾ വായിക്കുന്നത്, അദ്ദേഹം വളരെ സങ്കടപ്പെട്ട് നിരാശനായിട്ട് തിരിച്ചുപോയി. കാരണം അദ്ദേഹത്തിന് ഒരുപാട് സ്വത്തുണ്ടായിരുന്നു എന്നാണ് സുവിശേഷങ്ങളിൽ നമ്മൾ വായിക്കുന്നത്. അപ്പോൾ കർത്താവ് എന്താ പറഞ്ഞതെന്ന് പറയും, വാസ്തവത്തിൽ സ്വത്ത് വിറ്റ് കൊടുക്കുന്നതിനെ കുറിച്ച്, ദാനധർമ്മം ചെയ്താൽ
സ്വർഗത്തിലേക്ക് പ്രവേശനം കിട്ടും എന്ന് ചിലരൊക്കെ ചിന്തിച്ചു പോകും. അങ്ങനെയല്ല കർത്താവ് പറഞ്ഞ വാസ്തവത്തില്. കർത്താവ് പറഞ്ഞെന്താണെന്നറിയോ? ന്യായപ്രമാണത്തിന്റെ അന്തസത്ത നിനക്ക് മനസ്സിലായിട്ടില്ലല്ലോ മകനെ എന്നാണ് കർത്താവിനോട് പറഞ്ഞത്. ഹേ യുവാവേ, എന്താണ് ന്യായപ്രമാണത്തിലൂടെ ദൈവം നിനക്ക് നൽകിയെന്ന് നിനക്ക് മനസ്സിലായിട്ടുണ്ടോ? ദൈവത്തെ സ്നേഹിക്കണം, ദൈവത്തിന് ഒന്നാം സ്ഥാനം കൊടുക്കണം, മനുഷ്യരെ സ്നേഹിക്കണം, മനുഷ്യരോട് മനുഷ്യരുമായിട്ടുള്ള നല്ല ബന്ധത്തിൽ ജീവിക്കണം. അതാണ് ന്യായപ്രമാണത്തെ കർത്താവ് ഒതുക്കി വെച്ചത്. അപ്പോൾ ദൈവത്തെ നീ ഒന്നാം സ്ഥാനം കൊടുത്ത് സ്നേഹിക്കുന്നുവെങ്കിൽ നിനക്ക് സ്വത്തുക്കൾ വിൽക്കുന്ന ഒരു പ്രശ്നമേ അല്ല. കാരണം നീ ദൈവത്തെ ഞാനല്ലാതെ മറ്റൊരു ദൈവം നിനക്കുണ്ടാകരുത് എന്നുള്ള കാര്യം എന്താണോ അതിന്റെ അന്തസത്ത അത് മനസ്സിലായിട്ടുണ്ടെങ്കിൽ നീ ഇത് ചെയ്യുമല്ലോ എന്നാണ് കർത്താവിനോട് പറഞ്ഞത്. അപ്പോ അവരത് മനസ്സിലായില്ല. അപ്പോ മാർട്ടിൻ ലൂതർ പറഞ്ഞൊരു പ്രസ്താവന, 10 കൽപ്പനകളിൽ ഒന്നാമത്തെ കൽപ്പന അത് ദൈവത്തെക്കുറിച്ചുള്ള, ദൈവത്തിന്റെ പ്രാഥമിക സ്ഥാനത്തെക്കുറിച്ചുള്ള, ദൈവത്തിന് ഒന്നാം സ്ഥാനം കൊടുക്കുന്നതിനെ കുറിച്ചുള്ള കൽപ്പനയാണ്. ആ കൽപ്പന ലംഘിക്കാതെ നിങ്ങൾക്ക് മറ്റൊരു കൽപ്പനയും ലംഘിക്കാൻ സാധിക്കില്ല എന്നാണ്. എന്ന് വെച്ചാൽ വ്യഭിചാരം ചെയ്യുന്നതാകട്ടെ, മോഷ്ടിക്കുന്നതാകട്ടെ, കള്ളസാക്ഷി പറയുന്നതാകട്ടെ, മറ്റ് ഏതെങ്കിലും താഴെ പറഞ്ഞ തെറ്റുകളാവട്ടെ, ഈ തെറ്റുകളൊക്കെ ലംഘിക്കണമെങ്കിൽ ആദ്യം ദൈവത്തെക്കുറിച്ചുള്ള, ദൈവത്തിന്റെ ഒന്നാം സ്ഥാനത്തെക്കുറിച്ചുള്ള, അല്ലെങ്കിൽ ദൈവവുമായിട്ടുള്ള, ദൈവത്തെ സ്നേഹിക്കുന്നതുമായിട്ടുള്ള ആ ഒന്നാം കൽപ്പന ലംഘിക്കാതെ നിങ്ങൾക്ക് മറ്റൊന്നും ലംഘിക്കാൻ സാധിക്കില്ല എന്നാണ് പറഞ്ഞത്. അത് വളരെ വാസ്തവമാണ്. കാരണം അതാണ് ന്യായപ്രമാണത്തിന്റെ സ്പിരിറ്റ് എന്ന് പറയുന്നത്. അപ്പൊ ന്യായപ്രമാണത്തിന്റെ ആത്മാവ് ഉൾക്കൊണ്ടുകൊണ്ട് അതിനെ അനുസരിക്കണമെങ്കിൽ, ന്യായപ്രമാണത്തിൽ ആനന്ദിക്കണമെങ്കിൽ കൃപ മാത്രമേ നമ്മെ സഹായിക്കുകയുള്ളൂ എന്ന് നമുക്ക് തിരിച്ചറിയാം. ആ തിരിച്ചറിവ് നമ്മെ വലിയ ഒരു നമ്മുടെ ജീവിതങ്ങളെ പുനഃസമർപ്പണത്തിലേക്ക് നയിക്കും എന്ന് നമുക്ക് ചിന്തിക്കാം. ഗ്രഷാം മാക്കൻ എന്ന് പറയുന്ന ആൾ എഴുതിയ ഒരു പ്രസ്താവന, അത് വളരെ ശ്രദ്ധേയമായിട്ടുള്ള പ്രസ്താവനയാണ്. അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയാണ്: ജീവിതത്തിന്റെ സൂക്ഷ്മമായ വിശദാംശങ്ങളെ നിയന്ത്രിക്കുന്ന പരീശന്മാരുടെ നിയമവാദം ഈ കൽപ്പനകളെ കൽപ്പനകളെ അനുസരിക്കാനായിട്ട് ഒരു ബുദ്ധിമുട്ടുണ്ടാക്കിയില്ല അവർക്ക്. മാത്രമല്ല അത് എളുപ്പമാക്കി തീർക്കുകയാണ് ചെയ്തത്. അതുകൊണ്ടാണ് യേശു ശിഷ്യന്മാരോട് പറഞ്ഞത്, നിങ്ങളുടെ നീതി ശാസ്ത്രിമാരുടെയും പരീശന്മാരുടെയും നീതിയെ കവിയുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു തരത്തിലും സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കാൻ സാധിക്കില്ല എന്ന്. അപ്പോ വാസ്തവത്തിൽ നമ്മൾ പലപ്പോഴും ചിന്തിക്കുന്നത്, ഇവര് വളരെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള, വളരെ കർശനമായിട്ടുള്ള അനുസരണത്തിലൂടെ ജീവിക്കാൻ ശ്രമിച്ചതുകൊണ്ട് ന്യായപ്രമാണത്തെ വളരെ ഉന്നതമായിട്ടുള്ള നിലവാരത്തിൽ അനുസരിച്ചു എന്നാണ്. വാസ്തവത്തിൽ അങ്ങനെയല്ല ചെയ്തത്. അവര് ന്യായപ്രമാണത്തെ നമുക്കനുസരിക്കാൻ പറ്റുന്ന ഒരു കാര്യമാക്കി താഴ്ത്തുകയാണ് ചെയ്തത്. എന്റെ അച്ചടക്കം കൊണ്ടും എന്റെ ജീവിതചര്യ കൊണ്ടും എന്റെ അനുസരണം കൊണ്ടും എനിക്ക് സാധിക്കുന്ന ഒരു കാര്യമായിട്ട് ന്യായപ്രമാണത്തെ ഞാൻ മാറ്റിക്കളഞ്ഞു. ന്യായപ്രമാണത്തോടുള്ള അനുസരണത്തെ മാറ്റിക്കളയുകയാണ് ചെയ്തത്. അതാണ് ഇവർ ചെയ്തത്. അപ്പൊ ദൈവത്തിന്റെ സഹായം കൂടാതെ എനിക്കിതൊക്കെ ചെയ്യാൻ പറ്റും എന്ന് ചിന്തിക്കുന്ന ചിന്തയാണ് വാസ്തവത്തിൽ അവർ ചെയ്തത്. അപ്പൊ അവര് ദൈവത്തിന്റെ നീതിയെ ഉയർത്തുകയല്ല, ദൈവത്തിന്റെ നീതിയെ വല്ലാതെ താഴ്ത്തുകയാണ് ചെയ്തത്. അതുകൊണ്ടാണ് കർത്താവ് ശിഷ്യന്മാരോട് വളരെ കൃത്യമായിട്ടുള്ള മറുപടി ഒരു കാര്യം പറഞ്ഞു: നിങ്ങളുടെ നീതി ഇവരുടെ നീതിയെ കവിയണം, ഇല്ലെങ്കിൽ സ്വർഗരാജ്യത്തിൽ കടക്കുകയില്ല. അവരുടെ കണിശമായ വാക്കാ പറഞ്ഞേ. നിങ്ങളുടെ നീതി അവരുടെ നീതിയെ കവിയുന്നില്ലെങ്കിൽ നിങ്ങൾ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുകയില്ല. വളരെ എന്താ പറയാ, ഒരു സംശയത്തിന് കണി പോലും വെക്കാതെ കർത്താവ് പറയുകയാണ്, അങ്ങനെ പറ്റില്ല എന്ന് പറഞ്ഞു. നിങ്ങളുടെ നീതി അവരുടെ നീതിയെ കഴിയണമെങ്കിൽ അവരുടെ നീതി അവർക്ക് പാലിച്ചും അവർക്ക് അനുസരിച്ചും അച്ചടക്കം കൊണ്ട് നേടിയെടുക്കാവുന്നതുമായിട്ടുള്ള നീതിയായിട്ട് അവർ താഴ്ത്തി വെച്ചൊരു നീതിയാണ്. എന്നാൽ കർത്താവിന്റെ നീതി തുലവും ഉന്നതമായിട്ടുള്ള നീതിയാണ്. അത് മനുഷ്യന്റെ ഒരു അച്ചടക്കം കൊണ്ടും നേടിയെടുക്കാൻ സാധിക്കാത്ത ഉയരത്തിലാണ്. ദൈവത്തിന്റെ കൃപ കൂടാതെ അസാധ്യമായ ഒന്നാണത്. അപ്പോൾ വാസ്തവത്തില് അദ്ദേഹം പറഞ്ഞത് എങ്ങനെയാണ്: ന്യായപ്രമാണത്തെ കുറിച്ചുള്ള ഉയർന്ന വീക്ഷണം ഒരു മനുഷ്യനെ കൃപ തേടുന്നവനാക്കി മാറ്റും എന്നാണ്. ന്യായപ്രമാണത്തെക്കുറിച്ച് നമുക്ക് ഉന്നതമായ ഒരു വീക്ഷണമുണ്ടെങ്കിൽ അത് കൃപ തേടുന്ന ഒരുവനായി നമ്മെ മാറ്റും. അപ്പൊ നമ്മൾ കൃപ തേടുന്നത് എപ്പോഴാണെന്നറിയോ? ന്യായപ്രമാണത്തെക്കുറിച്ച് മനസ്സിലാക്കുമ്പോഴാണ്, അതിന്റെ ഔന്നത്യം മനസ്സിലാക്കുമ്പോഴാണ്, അതിൽ ദൈവം വെച്ച നിലവാരം ദൈവത്തിന്റെ സ്വഭാവത്തിന്റെ നിലവാരമാണെന്ന് തിരിച്ചറിയുകയും എനിക്കത് അപ്രാപ്യമാണെന്നും എനിക്കൊരിക്കലും അസാധ്യമാണെന്നും തിരിച്ചറിയുകയും കർത്താവെ നിന്റെ കൃപ എനിക്ക് ആവശ്യമാണ് എന്ന് മനസ്സിലാക്കുകയും ചെയ്യുമ്പോഴാണ് നമുക്ക് ന്യായപ്രമാണത്തെ മനസ്സിലാവുന്നത്. പക്ഷെ അവര് ചെയ്യുന്നതോ ന്യായപ്രമാണത്തെ മനസ്സിലാക്കി എന്ന് ചിന്തിക്കുകയും അത് അവരുടെ
അച്ചടക്കമുള്ള ജീവിതങ്ങൾ കൊണ്ട് സാധ്യമാക്കാൻ കഴിയും എന്ന് വിചാരിക്കുകയും ചെയ്തപ്പോൾ ന്യായപ്രമാണത്തെ അവർ വല്ലാതെ താഴ്ത്തിക്കളഞ്ഞു എന്നുള്ളതാണ് വാസ്തവം. അപ്പോ ന്യായപ്രമാണത്തെ, ദൈവത്തിന്റെ നിയമങ്ങളെ കർശനമായി പാലിക്കുന്നതാണ് ലീഗലിസം എന്ന് ചിന്തിക്കരുത്. ദൈവത്തിന്റെ കൽപ്പനകളെ ലംഘിക്കുന്നതാണ് കൃപ എന്ന് ചിന്തിക്കരുത്. അത് തെറ്റായുള്ള ചിന്തയാണ്. ദൈവത്തിന്റെ ന്യായപ്രമാണത്തിന്റെ അന്തസത്ത ഉൾക്കൊണ്ടുകൊണ്ട്, അതിന്റെ സ്പിരിറ്റ് ഉൾക്കൊണ്ടുകൊണ്ട്, എന്റെ ശക്തിയാലല്ല ദൈവത്തിന്റെ സഹായത്താൽ മാത്രം അതനുസരിക്കാൻ എനിക്ക് സാധിക്കും എന്ന് തിരിച്ചറിയുന്നതാണ് വാസ്തവത്തിലുള്ള തിരിച്ചറിവ് എന്ന് പറയുന്നത്. അതാണ് നമുക്ക് ഏറ്റവും ആവശ്യമായുള്ളത്. അപ്പോ നമ്മുടെ ഉള്ളിലേക്കൊക്കെ കടന്നു വരുന്ന, പതിയെ പതിയെ നമ്മെ കീഴടക്കാൻ സാധിക്കുന്ന ഒരു വലിയ ദുഷ്പ്രവണതയാണ് ഈ പരീശത്വം എന്ന് പറയുന്ന ദുഷ്പ്രവണത, അല്ലെങ്കിൽ നിയമാശ്രിതത്വം എന്ന് പറയുന്ന ലീഗലിസം എന്ന് പറയുന്ന ആശയം. അത് പരീശന്മാരുടെ കാലഘട്ടം കൊണ്ട് തീർന്നു പോയതല്ല, റബ്ബിമാരുടെ കാലഘട്ടം കൊണ്ട് ഇല്ലാതായി പോയതല്ല. ഇന്നും നമ്മുടെ ഇടയിലെല്ലാം നടക്കുന്നൊരു കാര്യമാണ്. അപ്പോൾ കൃപയിൽ ആരംഭിച്ചിട്ട്, ഒരുപക്ഷെ രക്ഷയെക്കുറിച്ചുള്ള നമ്മുടെ വേദശാസ്ത്രമൊക്കെ ശരിയായതുകൊണ്ട് കൃപയിൽ ആരംഭിക്കും. പക്ഷെ ജീവിക്കുന്നത് പ്രവൃത്തി കൊണ്ടാണ്. ജീവിക്കുന്നതും വിശുദ്ധീകരണം എന്ന് പറയുന്ന കാര്യം, സാങ്ക്ടിഫിക്കേഷൻ ഒക്കെ നടക്കുന്നത് എന്റെ അനുസരണം കൊണ്ടും എന്റെ അച്ചടക്കം കൊണ്ടും എന്റെ കൃത്യമായിട്ടുള്ള കൃത്യനിഷ്ഠ കൊണ്ടും ഒക്കെയാണ് എന്ന് ചിന്തിച്ചു പോകുന്ന ആ വലിയ അപകടം, അത് കുറച്ച് കഴിയുമ്പോൾ ഇത് തമ്മിലുള്ള വ്യത്യാസം തിരിച്ചറിയാതെ നമ്മൾ വല്ലാത്തൊരവസ്ഥയിലേക്ക് എത്തിച്ചേരുകയും ചെയ്യും. അപ്പോൾ ഇതാണ് കർത്താവ് പറഞ്ഞത്, പരീശന്മാരുടെ പുളിമാവിനെ സൂക്ഷിച്ചു കൊള്ളുക, പുളിച്ച മാവിനെ സൂക്ഷിച്ചു കൊള്ളുക. അത് വളരെ കുറച്ച് മതി. അത് നമ്മുടെ ചിന്താഗതിയെ മുഴുവൻ മാറ്റിക്കളയും. വേർതിരിച്ചറിയാൻ പറ്റാത്ത വിധം അതങ്ങനെ ഇഴുകിച്ചേരും, അത് ഉള്ളിൽ പടരും, പിന്നെ അത് മുഴുവൻ നശിപ്പിക്കും. അതിനെ എടുത്തു കളയാനായിട്ട് അസാധ്യമായിട്ട് തീരും. അപ്പോൾ നമുക്ക് അതുകൊണ്ട് തന്നെ കർത്താവിന്റെ മുമ്പിൽ നമ്മളെ തന്നെ താഴ്ത്താം. ദൈവത്തിന്റെ നിയമത്തിന്റെ സ്പിരിറ്റും അതിന്റെ ലെറ്ററും രണ്ടും പ്രധാനപ്പെട്ടാണ്. കർത്താവ് അവരോട് പറഞ്ഞല്ലോ, നിങ്ങൾ ചെറിയ ചെറിയ കാര്യങ്ങളിൽ ദശാംശം കൊടുക്കുന്ന ആളുകളാണ്. പുതിനയിലും അയമോദകത്തിലും ഒക്കെ നിങ്ങൾ ദശാംശം കൊടുക്കുന്നു എന്ന് പറഞ്ഞു. എന്നിട്ട് കർത്താവ് പറഞ്ഞത്, നിങ്ങൾ അത് അവഗണിക്കാതിരിക്കണം. അതേസമയം അതിനേക്കാൾ പ്രധാനപ്പെട്ടതും മുഖ്യവുമായിട്ടുള്ള കാര്യങ്ങളെ നിങ്ങൾ വളരെ ശ്രദ്ധയോടെ പാലിക്കുകയും ചെയ്യണം. അത് കൊടുക്കണ്ട എന്ന് കർത്താവ് പറഞ്ഞില്ല. അപ്പോ എന്തെങ്കിലും രീതിയിലുള്ള നിയമരാഹിത്യത്തെ കുറിച്ചല്ല. നിയമരാഹിത്യത്തെ കർത്താവ് എവിടെയും പ്രോത്സാഹിപ്പിച്ചിട്ടില്ല. അച്ചടക്കത്തെ കർത്താവ് ഒരിക്കലും കുറച്ച് കണ്ടിട്ടുമില്ല. ജീവിതത്തിൽ അച്ചടക്കവും കൃത്യമായിട്ടുള്ള കൃത്യനിഷ്ഠകളും നല്ല സ്പിരിച്വൽ അഭ്യാസങ്ങളും ഒക്കെ നല്ലത് തന്നെയാണ്, അതിനൊരു മോശവുമില്ല, അതൊക്കെ ചെയ്യേണ്ടത് തന്നെയാണ്. പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളെ മറച്ചു വെച്ചുകൊണ്ടും അതിന് പകരമായും ഇതിനെ കൊണ്ടുവരുന്നത് വലിയ അപകടമാണ്. അതാണ് പരീശത്വം. അപ്പോൾ നമുക്ക് നമ്മുടെ ജീവിതങ്ങളെ ഒന്ന് സ്വയം പരിശോധിക്കാനും, നമുക്ക് ഈ വലിയ അപകടം, പരീശത്വത്തിന്റെ അപകടം നമ്മെ പിന്തുടരുന്നുണ്ടോ, നമ്മുടെ ജീവിതത്തിലുണ്ടോ എന്ന് ചിന്തിക്കാനും ഒക്കെ നമുക്ക് എടുക്കാം. ഓർക്കുക, പരീശത്വം എപ്പോഴും അപരന്റെ വിധിയിലാണ് ആഹ്ലാദം കൊള്ളുന്നത്. എന്നാൽ പരീശത്വത്തിനുള്ള മോചനം സ്വയം പരിശോധിക്കുക എന്നുള്ള മോചനമാണ്. അതുകൊണ്ട് ഇന്നയാള്, ഇന്ന സഭ, ഇന്ന കുടുംബം, ഇന്ന സമുദായം എന്ന് ചിന്തിക്കാതെ ഞാൻ എന്ന് നമുക്ക് ചിന്തിക്കാം. എന്നിട്ട് നമ്മളെ ഒന്ന് പരിശോധിക്കാം. അങ്ങനെ ഒരു ചിന്തയിലേക്ക് വരാനായിട്ട് കർത്താവ് നമ്മെ സഹായിക്കട്ടെ. താങ്ക് യു. നിങ്ങളോട് സംസാരിച്ച ബെന്നി ചേട്ടന് ഈ സമയം നന്ദി പറയുന്നു. നമ്മൾ കണ്ട വളരെ പ്രസക്തമായിട്ടുള്ളൊരു, ഇപ്പൊ കേട്ട വളരെ പ്രസക്തമായിട്ടുള്ളൊരു കാര്യം, ദൈവവും ശുദ്ധനായ ദൈവവും പാപിയായ മനുഷ്യനും ചരിത്രത്തില് ചേരുന്ന ഇടം അത് യേശുക്രിസ്തു ആണ്. യേശുക്രിസ്തുവിനെ കുറിച്ച് നമ്മൾ വായിക്കുന്നത് ഫുൾനെസ് ഓഫ് ഗ്രേസ് ആൻഡ് ലവ്, സ്നേഹത്തിന്റെയും കൃപയുടെയും പരിപൂർണത. സത്യത്തില് കൃപയിലാണ് മനുഷ്യനും ദൈവവും ഒത്തുചേരുന്നത്. നമ്മൾ കേട്ടതുപോലെ നിയമവാദികളായി ആകാനായിട്ടല്ല നമ്മൾ ഓരോരുത്തരുടെയും വിളി എന്ന് പറയുന്നത്. പകരം കൃപയുടെ വാദികളാകുവാനായിട്ടാണ്. അഡ്വക്കേറ്റ്സ് ഓഫ് ഗ്രേസ്, അതാണ് നമ്മൾ ഓരോരുത്തരുടെയും വിളി എന്ന് പറയുന്നത്. എന്നെ വളരെ സ്ട്രൈക്ക് ചെയ്തൊരു ചിന്ത, കൃപ അലസതയ്ക്കുള്ള അനുമതിയല്ല, എന്നാൽ അനുസരണത്തിനുള്ള ആനന്ദം ആണ് കൃപ എന്ന് പറയുന്നത്. നമുക്ക്
ഈ ചിന്തകള് ജീവിതത്തിലുടനീളം നമുക്ക് സൂക്ഷിക്കാനായിട്ട് വിലമതിക്കുവാനായിട്ട് കഴിയുന്ന ചിന്തകളാണ് നമ്മളിന്ന് കേട്ടത്.